ഫിഷാദ് മൊയ്തീൻ, യെസ്, നമ്മുടെ അങ്ങനെ 3 കൊല്ലത്തെ നമ്മുടെ സൗഹൃദം അങ്ങനെ നിങ്ങളെയും കെൻസേനെയും ഒടുവിൽ ഈ പോഡ്കാസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ഇത്രയും കൊല്ലങ്ങളായിട്ട് എനിക്ക് ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വാലിഡേഷനോ ഒരു ടെക്നിക്കൽ സപ്പോർട്ടോ വേണമെങ്കിൽ ഞാൻ നിങ്ങളെയാണ് ഇത്രയും നാൾ നേരിട്ട് വിളിച്ച് ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ നമ്മുടെ ഓഡിയൻസിനും നിങ്ങളുടെ ആ ഒരു എക്സ്പെർട്ടീസിൻ്റെ ഒരു ബെനിഫിറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചാണ്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ് അവർ ഇൻവിറ്റേഷൻ. അപ്പം ഏറ്റവും ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇത് പലർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. എന്നിരുന്നാലും ഈ നമ്മളിപ്പോൾ നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റും വീടിൻ്റെ നിർമ്മാണത്തിലും കമേഴ്ഷ്യൽ ബിൽഡിങ്ങിലും ഒക്കെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് TMT ബാറാണ്. അപ്പോൾ TMT ബാറിന് എന്താണ് TMT എന്നുള്ളത് നമുക്ക് പുറകെ വരാം. പക്ഷേ ഈ TMT ബാർ എന്ന് പറയുന്നത് പ്രൈമറിലി സ്റ്റീലാണ്. ഓക്കെ, ഈ സ്റ്റീലും അയണോറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓക്കെ, ആക്ച്വലി അയണോർ എന്നുള്ള ടേം കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ടാകും. അയണോർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റോ ഫോം ഓഫ് സ്റ്റീൽ. അപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ അയണോറിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റീലിൻ്റെ പെർസെൻറ്റേജ്, സ്റ്റീൽ എന്ന FE എന്ന കണ്ടൻറ്റിൻ്റെ പെർസെൻറ്റേജ് ഒരു 75-80% വരുന്നതാണ്. സ്റ്റീൽ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇരുമ്പ് എന്ന സ്റ്റീൽ എന്ന് പറയുന്നത്. ഒരുപാട് കാറ്റഗറി ഓഫ് സ്റ്റീൽ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് MS സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നതിൽ അതിലൊരു 95% to 98.9% വരെയെല്ലാം സ്റ്റീലിൻ്റെ, അതായത് ഇരുമ്പിൻ്റെ കണ്ടൻറ്റ്, ഇംപ്യൂരിറ്റീസാണ് ബാലൻസ് വരുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി 2 forms ഓഫ് ആക്ച്വലി 2 form ഓഫ്, ഒന്ന് അയൺ ഓർ അയൺ ആണ്. അത് നമുക്ക് ലൈക്ക് യൂസബിൾ അല്ല, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത, അല്ലെ അതൊരു ഫോം ഓഫ് റോ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് ലൈക്ക് ഇറ്റ് ഇസ് ദി കൈൻഡ് ഓഫ് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്ട്സിന്റെ ഒരു കാറ്റഗറി. അയൺ എന്ന് പറയുന്നത് ഒരു റോ പ്രോഡക്റ്റും, അതെ, സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു യൂസബിൾ പ്രോഡക്റ്റുമാണ്. അതെ, വി ക്യാൻ സേ ദാറ്റ്. അതിൽ അയൺ ഓർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സംതിങ് ഫ്രം വിച്ച് അയൺ ഇസ് എക്സ്ട്രാക്റ്റഡ്. ദാറ്റ്സ് ട്രൂ. അപ്പോൾ ഇതിൽ ഈ അയൺ എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് തന്നെയാണെങ്കിലും ഡയറക്റ്റ്ലി അറ്റ്ലീസ്റ്റ് നിർമ്മാണ മേഖലയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് ആക്കിയെടുത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ സ്റ്റീൽ തന്നെയാണെങ്കിലും ഇപ്പം നിങ്ങളിപ്പോൾ കെൻസ പറയുമ്പോൾ കെൻസ FE 550 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ 550 എന്നുള്ള നമ്പർ എന്താണ്, FE എന്നുള്ളത് എന്താണ്, SD എന്ന് പറഞ്ഞാൽ എന്താണ്, D എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് ആദ്യം 550 എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ആക്ച്വലി ഇപ്പം മാർക്കറ്റിൽ വളരെ സുലഭമായിട്ട് കേട്ടുവരുന്ന ഗ്രേഡുകൾ പേരാണ്. തുടക്കകാലങ്ങളിൽ 415 ആയിരുന്നു, പിന്നെ 500 എന്ന ഗ്രേഡായി, ഇപ്പോൾ 550 എന്ന് പറഞ്ഞ ഗ്രേഡായി. അപ്പോൾ ഇറ്റ് ഈസ് വെരി ക്ലിയർ, ലൈക്ക് 550 എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ ഒരു ടെൻസൈൽ സ്ട്രെങ്ത്, അതിൻ്റെ ലോഡ് ബെയറിങ് കപ്പാസിറ്റിയാണ്. അപ്പോൾ നമ്മുടെ മില്ലിൽ, അതായത് ഫാക്ടറിയിൽ UTM മെഷീൻ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഓരോ പ്രൊഡക്ഷനിലെടുത്ത് പീസ് ടെസ്റ്റ് ചെയ്ത് വി മേക്ക് ഷുവർ ഇറ്റ് ഈസ് ലൈക്ക് 550 എന്നുള്ള ഗ്രേഡ്, അതിൻ്റെ ഒരു ബ്രേക്കിംഗ് പോയിന്റ്. അപ്പോൾ അതാണ് ടു ബി പ്രിസൈസ് ലൈക്ക് 550 എന്ന് പറയുന്നത്. അപ്പോൾ ആ 550 എന്നുള്ള പോയിന്റിൽ അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്ത് എത്തുക എന്നുള്ളത്, അതിൻ്റെ സ്ട്രെസ് എത്രയാണ് എത്തുക എന്നുള്ളത്. അപ്പോൾ അതിന് BASൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അതിൽ ഈ പറഞ്ഞ 550 ആയിരിക്കും ആ UTM മെഷീനിൽ, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നതിൽ, അതിൽ ആ ബ്രേക്കിംഗ് പോയിന്റ്. ഇതാണ് 550 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇപ്പോൾ പണ്ട് കാലത്ത് 415, ഇപ്പം ഞാൻ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 415 ആയിരുന്നു ഏറ്റവും സുലഭമായിട്ടുണ്ടായിരുന്നത്. സബ്സീക്വൻ്റ്ലി അത് 500 ആയി. ഓക്കെ, അപ്പോൾ ഈ 500-നെക്കാളും ഇപ്പോൾ 550 ആയപ്പോൾ ഇതിൻ്റെ ഒരു ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് മൂലം ഇന്നിപ്പോൾ ഇച്ചിരൂടെ നമുക്ക് 550 വരെ എത്തുന്നു എന്നുള്ളതാണ്. അതെ. അപ്പോൾ പീപ്പിൾ ആർ തിങ്കിങ് ലൈക്ക് അതൊരു പ്രൊജക്റ്റ് വരുമ്പോൾ അതിന് ഐ യൂസ് ലൈക്ക് ടോട്ടൽ സ്റ്റീലിൻ്റെ കൺസെപ്ഷൻ എത്ര നോക്കിയിട്ട് അതിൽ ആ സ്റ്റീലിൽ അത് ഈ 500 നിന്ന് 550, ഇപ്പം എനിക്കൊന്ന് പവൻ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 550 എന്ന് പറയുമ്പോൾ ആ യൂസേജ് ഓഫ് സ്റ്റീലിന് യു കുഡ് പ്ലാൻ എ കൺട്രോൾ ഓൺ ദാറ്റ്, റൈറ്റ്? 550 നിന്ന് 415 വിൽ സ്റ്റാർട്ട് ഫ്രം ദാറ്റ്. 415 നിന്ന് 550ലേക്ക് ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റീലിൻ്റെ ഒരു ഇത്ര സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിൻ്റെ ഉപയോഗത്തിലൊരു കുറവ് വന്നിട്ടില്ലേ? സ്റ്റീൽ ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റീൽ കുറഞ്ഞിട്ടുണ്ട്. കറക്റ്റ്. അതായത് നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ ഒരു ലാംഗ്വേജ് പറയുമ്പോൾ, അതായത് 415 എന്ന് പറയുന്ന സംഭവമായിരുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അന്നേരം എന്തോരം kg സ്റ്റീൽ യൂസ് ചെയ്യണമായിരുന്നു, അതിനേക്കാളും കുറവാണ്
ഇന്ന് 550 എന്ന് പറയുന്ന ഗ്രേഡിലോട്ട് വരുന്ന സ്റ്റീൽ ഉള്ളപ്പോൾ, കാരണം നമ്മൾ ഒരു സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് എത്ര ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിലാണ് ടോട്ടൽ സ്റ്റീൽ ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഇത് ഇപ്പോൾ 550 എന്നുള്ള ഇൻഫാക്ട് മാർക്കറ്റിൽ 600 അവൈലബിൾ ആണ്. അപ്പോൾ ഇനി അത് 600 ചിലപ്പോൾ ഭാവിയിൽ അതിൽ നെക്സ്റ്റിലോട്ട് വരാം. ലൈക്ക് ഐ വാസ് ഗോയിങ് ടു സേ ദാറ്റ്. അപ്പോൾ 415 500 എത്തി, 550 ഇനി 600 അവൈലബിൾ ആവും മാർക്കറ്റിൽ. ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 550 ആവുമ്പോൾ ഈ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഇൻവെസ്റ്ററിന് അല്ലെങ്കിൽ ആ സ്പെൻഡ് ചെയ്യുന്ന കൺസ്യൂമറിനൊരു ബെനിഫിറ്റ് അതിൽ ഉണ്ടായി. അപ്പോൾ അതാണ് ഒരു ടെക്നോളജിക്കലി ഉണ്ടായ ഒരു ചേഞ്ച് 550-ൽ. പിന്നെ അവൻ ചോദിച്ച ഒരു ചോദ്യം, ഇതിൻ്റെ FE എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കി അയൺ ഫോമാറ്റിൽ നമ്മൾ വി ഹാവ് ടു മേക്ക് ഷുവർ ഇറ്റ് ഇസ് പ്രിന്റഡ് ഓൺ ദ സ്റ്റീൽ ബാർ. പിന്നെ വരുന്നതാണ് ഈ SD എന്ന് പറഞ്ഞ പല ഗ്രേഡുകളിൽ. അപ്പം നമ്മൾ ഇതിൻ്റെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ബുക്ക് എടുക്കുകയാണെങ്കിൽ പല ഗ്രേഡ് സെഗ്മെൻറ്റ്സ് ഉണ്ട്. വെരി സിമ്പിൾ വേയിൽ പറയുകയാണെങ്കിൽ ഡക്റ്റിലിറ്റി, വഴക്കം. നമ്മൾ എപ്പോഴും പറയാം വഴക്കമേറിയ കമ്പി ആയിരിക്കണം, ടെമ്പർ കൂടാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കേൾക്കുന്ന ടേംസ്. അതായത് ഉപയോഗിക്കാൻ എളുപ്പമേറിയതായിരിക്കണം. പക്ഷേ ആ വഴക്കം കൂടിക്കഴിഞ്ഞാൽ അത് പ്രയാസമാണ്. അപ്പോൾ ദർ ഇസ് എ പോയിന്റ്, അത് നമ്മൾ മെഷർ ചെയ്യുക അതിൻ്റെ കെമിക്കൽ കണ്ടന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ദ മഗ്നീഷ്യം ഷുഡ് ബി ഓൺ ദിസ് കണ്ടന്റ്, ഫോസ്ഫർ ആൻഡ് സൾഫർ ഷുഡ് ബി ഓൺ ദിസ് മച്ച്. അപ്പോൾ ആ ഒരു കണ്ടന്റിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അതിലാണ് ഈ വഴക്കം അല്ലെങ്കിൽ ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുക സ്റ്റീലിൽ. അപ്പോൾ FE 550 എന്ന് പറയുന്ന ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി, ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള സ്റ്റീൽ ബാറിന് ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഡക്റ്റിലിറ്റി കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആപ്റ്റ് ഫോർ എ so and so project. So that is how we define like 550D അല്ലെങ്കിൽ 550ST grade material. ഇപ്പം IS കോഡിൽ പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ വരുന്നത് FE 550D എന്ന് മാത്രമേ ഉള്ളൂ. അതെ. കെൻസ ബ്രാൻഡിലാണ് ഞാൻ ഈ SD എന്നുള്ളത് കണ്ടിരിക്കുന്നത്. അതെ. എനിക്കത് നിയമപ്രകാരമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നിരുന്നാലും എന്താണ് ഈ S എന്താണ്? ഇപ്പൊ D ഡക്റ്റിലിറ്റി ആണ്, SD-യിലെ S എന്താണ്? ആക്ച്വലി ദ തിങ് ഇസ് ദാറ്റ് ദ ഐഡിയ ബിഹൈൻഡ് ഹോൾ തിങ് ഇസ് ദാറ്റ് ആക്ച്വലി FE 550S എന്ന് പറയുന്ന ഗ്രേഡ് ഉണ്ട്. S എന്ന് പറയുന്ന ഗ്രേഡ് VAS-ൽ വിച്ച് ഇസ് അവൈലബിൾ. അതുപോലെ തന്നെ FE 550D എന്ന് പറഞ്ഞ ഗ്രേഡും ഉണ്ട്. സോ ദർ വാസ് എ തിങ് ലൈക്ക് ഈ പറഞ്ഞ ഡക്റ്റിലിറ്റീൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പം, അതായത് വെരി സിമ്പിളാണ്. വെൻ ദ ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിൻ്റെ ആ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ടെൻസൈൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ദർ ഇസ് എ പ്രോബ്ലം വേർ യു കുഡ് ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു മെയിൻറ്റെയിൻ ദി ഡക്റ്റിലിറ്റി. അപ്പോൾ ഈ ഡക്റ്റൈൽ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് ഈ SD എന്ന് പറയുന്ന സൂപ്പർ ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന ഫീച്ചർ വന്നത്. ഓൺ ദാറ്റ് സൂപ്പർ ഡക്റ്റിലിറ്റി തിങ് വാട്ട് വി ഡു ഇസ് ദ കെമിക്കൽ കോമ്പോസിഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് S and D. So there is slight changes in magnesium content. We add more nickel. Corrosion control ചെയ്യാനുള്ള nickel and aluminum content is different on that. So that is how we land to FE 550ST. അപ്പോൾ ഇതിൽ എനിക്ക് ആ ഒരു ആൻസറിൽ നിന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു സംഭവം, 550 എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റീലിൻ്റെ വെയിറ്റ് കുറയുന്നത് കൊണ്ട് തന്നെ, അയാൾ ടോട്ടലി മേടിക്കേണ്ടി വരുന്ന സ്റ്റീലിൻ്റെ വെയിറ്റ് കുറയുന്നത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി എ മച്ച് ബെറ്റർ പർച്ചേസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി അഗെയിൻ കൺസ്യൂമറിൻ്റെ മനസ്സിലുള്ള വേറൊരു വലിയ ചോദ്യം, പലപ്പോഴും എന്താ പറയുക, ഞാനൊരു കസ്റ്റമറിൻ്റെ ഒരു അഡ്വൈസർ എന്ന നിലയിൽ നിൽക്കുന്നത് കൊണ്ട് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഈ കുറച്ച് പ്രീമിയം ബ്രാൻഡുകളിലേക്ക് പോകണോ, അത് നിർബന്ധമായിട്ടും വേണോ എന്ന്. അപ്പം ഞാൻ അത് എപ്പോഴും പേഴ്സണലി ഞാൻ അതിന് അഗൻസ്റ്റാണ്. വില കൂടുതൽ കൊടുത്ത് അങ്ങനെ ഒരു ബ്രാൻഡിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഈ പ്രൈമറി സ്റ്റീൽ എന്ന് പറഞ്ഞ് വർഷങ്ങളായി മാർക്കറ്റ് ചെയ്യപ്പെടുന്ന കുറച്ച് ബ്രാൻഡുകളുണ്ട്. അവരുടെ അവകാശവാദം എന്ന് പറയുന്നത് അവർ നാച്ചുറൽ അയൺ ഓറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തിക്കുന്നവരാണ് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളെപ്പോലെയുള്ള ഒട്ടനവധി ബ്രാൻഡുകൾക്കും അത് അവകാശപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഒരു എല്ലാവരുടെയും ഒരു ബെനിഫിറ്റിന് വേണ്ടിയാണ് ഈ ഒരു ചോദ്യം. ഇതിൽ തമ്മിൽ ക്വാളിറ്റേറ്റീവ്ലി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു കസ്റ്റമർ വില കൂടുതൽ കൊടുത്ത് ഈ പ്രൈമറി സ്റ്റീൽ മേടിക്കുന്നത് വഴി അയാൾ എന്തെങ്കിലും ബെനിഫിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടോ? ആക്ച്വലി ദാറ്റ് ഇസ് എ റിയലി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ അതിനെ വെരി സിമ്പിളായിട്ടൊരു കാര്യം പറയാം.
ഇപ്പം ഈ പറഞ്ഞ പ്രൈസ് കൊടുത്ത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മൈ ബ്രാൻഡ് ആൻഡ് ഓൾ. യു മേക്ക് ഷുവർ നിങ്ങൾ ഏതൊരു കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ വാങ്ങുമ്പോൾ ഉറപ്പ് വരുത്തിയാൽ മതി ഈ യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ പ്രീമിയം കൊടുത്ത് വാങ്ങിയത് അല്ലെങ്കിൽ ഈ പ്രൈമറി എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന വാങ്ങുന്ന പ്രൊഡക്റ്റും അതുപോലെ തന്നെ വിച്ച് എവർ ബ്രാൻഡ് യു പ്രിഫർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ബ്രാൻഡ് ഇപ്പോൾ കെൻസ എടുക്കുകയാണെങ്കിൽ രണ്ടും ഇന്ന് കേരളത്തിൽ ഒരുപാട് ടെസ്റ്റിംഗ് ലാബ്സും ഒരുപാട് ഫെസിലിറ്റീസും അവൈലബിൾ. ഈവൻ വി ഓൾസോ ലൈക്ക് ഞങ്ങളെ മില്ലിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കേരളത്തിലുള്ള ഏതൊരു ഫെസിലിറ്റിയിൽ നിന്നും ഗവൺമെൻറ് അപ്രൂവ്ഡ് ഫെസിലിറ്റീസിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. രണ്ടിൻ്റെയും റിസൾട്ടിൽ ഈ പറഞ്ഞ ഇതിലും ഫൈനൽ റിസൾട്ടിൽ കെമിക്കലിലോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലോ ഈ രണ്ട് പ്രോപ്പർട്ടീസിലോ എന്തെങ്കിലും വ്യത്യാസം കാണുകയാണെങ്കിൽ ഐ വിൽ സേ ദാറ്റ് ഓക്കെ യു ഗോ വിത്ത് ദാറ്റ് ബ്രാൻഡ് എന്നുള്ളത്. ബട്ട് ആസ് ലൈക്ക് BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇതിനൊരു ഇതിനൊരു നിയമമുണ്ട്. ഇത് ഫോളോ ചെയ്യാത്ത മാനുഫാക്ചറിങ് യൂണിറ്റ്സിന് ഇന്ന് നോട്ട് ജസ്റ്റ് ഇൻ കേരള എവിടെയും സർവൈവലില്ല. അപ്പോൾ കസ്റ്റമർ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഈ വാങ്ങുന്ന പ്രൊഡക്റ്റ് യു ആസ്ക് ലൈക്ക് വാട്ട് ഇസ് ദി സ്പെസിഫിക്കേഷൻ, വാട്ട് ഇസ് ദി ടെസ്റ്റ് റിപ്പോർട്ട്സ് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് മേക്ക് ഷുവർ ഇത് അക്കോർഡിംഗ് ടു ദി സ്റ്റാൻഡേർഡ്സ് ആണെന്നുള്ളത്. ദിസ് ഇസ് ദ മേജർ തിങ് ഐ വുഡ് സേ. ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോടും പറയുന്ന ഒരു സംഭവം അതാണ്. നമ്മൾ കോൺട്രാക്ടിങ് മേഖലയിലാണ്. നമ്മൾ എപ്പോഴും സ്റ്റീലിൻ്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഹാജരാക്കാം, അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വില കൂടുതൽ കൊടുത്ത് അങ്ങനെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. വ്യക്തിപരമായിട്ട് ഞാനതിൽ വളരെ കൺവിൻസ്ഡുമാണ്. കാരണം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നത്. അതായത് ഡിസൈനിൽ എടുത്തിരിക്കുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് ആക്ച്വലി എക്സിക്യൂഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു ബിൽഡിംഗ് മെറ്റീരിയലും നമ്മൾ എടുത്ത പാരാമീറ്റേഴ്സിൽ നമ്മൾ വെച്ചിരിക്കുന്ന വാല്യൂസിനെക്കാളും ബെറ്റർ ആയിട്ടാണോ വന്നിരിക്കുന്നത്. ഈ പ്രൊഡക്ഷൻ പ്രോസസ്, ഇതിൻ്റെ ടെക്നോളജി, ദ വേ ഇറ്റ് ഇസ് യൂസ്ഡ്, എവ്രിതിങ് ഇസ് എല്ലാം ഒരു സിമിലർ സെയിം പാറ്റേൺ ആണ്. ഈവൻ ദ ടെക്നോളജി ഇസ് ലൈക്ക് ജർമ്മൻ ടെക്നോളജീസ് ആണ് ഇന്ന് ഇന്ത്യയിലുള്ള മോസ്റ്റ് ഓഫ് ദി മാനുഫാക്ചറിങ് യൂണിറ്റ്സിൽ വിച്ച് ഇസ് വൈഡ്ലി അവൈലബിൾ. അപ്പോൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഫാക്ടറി, വി മേക്ക് ഷുവർ എവ്രിതിങ് റോ മെറ്റീരിയൽ, പ്രോസസ്, പ്രൊഡക്ഷൻ ടിൽ ദി ഫൈനൽ ഡെസ്പാച്ച് ഇറ്റ് ഈസ് അപ് ടു ദി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ആ ഒരു കസ്റ്റമർ എടുത്ത് ഫാക്ടറിയിൽ നിന്ന് ലോറിയിൽ കയറി പോകുന്നത് വരെ ടെസ്റ്റ് ചെയ്ത് അതാത് ലോഡുകളിൽ സ്റ്റീലിൻ്റെ മേലെ ഗ്രേഡ് ക്വാളിറ്റി വെച്ച് ടാഗ് പ്രിൻ്റ് ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് ലൈക്ക് ഐ പേഴ്സണലി ബിലീവ് വി ട്രാൻസ്പാരൻറ്റ് ടു ദി കസ്റ്റമർ. നമ്മൾ എന്താണെന്നുള്ളത് വെരി ഓപ്പൺലി കാണിച്ചു കൊടുക്കുക എന്നുള്ളതിൽ അതിൽ ലെറ്റ്സ് കസ്റ്റമർ ഡിസൈഡ് വോട്ട് ടു ടേക്ക്. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എല്ലാ തവണയും ഇപ്പം എന്നെ പോലെ ഒരു കോൺട്രാക്ടർ ഈ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കണം എന്ന് നിർബന്ധമില്ലെങ്കിൽ അവർക്കത് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു കസ്റ്റമർ എങ്ങനെയാണ് അയാൾക്ക് ഒരു 1 മീറ്റർ റോഡ് കൊണ്ടുപോയി മുറിച്ച് ഒരു ലാബിൽ കൊണ്ടുപോയി കൊടുക്കുന്നതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയെങ്കിൽ എന്താണ് ഒരു കസ്റ്റമറിന് എളുപ്പത്തിൽ ഇതിൻ്റെ ഒരു ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു മാർഗം? ഞാനിത് ആക്ച്വലി വേറെ ഒരു എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഐ വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം യു. ആക്ച്വലി അത് ഇറ്റ് വാസ് എ ചലഞ്ച്. ആക്ച്വലി ഈ പറഞ്ഞതിൽ കസ്റ്റമർ ഓരോ പ്രാവശ്യവും സ്റ്റീൽ പർച്ചേസ് ചെയ്യുമ്പോൾ ദേ ഹാവ് ടു ടേക്ക് ഇറ്റ്, കട്ട് ഇറ്റ്, ഗിവ് ഇറ്റ് ലൈക്ക് ടെസ്റ്റ്. ഈ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ എക്സ്പെൻസീവ് തിങ് ആക്ച്വലി. അപ്പോൾ അതിന് ആണ് ഞങ്ങൾ ഓരോ ബണ്ടിലിൻ്റെ മേലെയും we made a tag with the QR code on it. അപ്പോൾ ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ യുൾ ഗെറ്റ് ആ ഡേറ്റിൽ ടെസ്റ്റ് ചെയ്ത ആ സെയിം മെറ്റീരിയലിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് നിങ്ങളെ ഫോണിലേക്ക് കിട്ടും, വിത്ത് ദ ഡേറ്റ്, വിത്ത് ദ സീൽ, വിത്ത് ദ അപ്രൂവൽ ഫ്രം ദി ഫാക്ടറി ആൻഡ് ഓൾ. അതിൽ കെമിക്കൽ പ്രോപ്പർട്ടീസും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും വെയ്റ്റിൻ്റെ സെഗ്മെൻറ്റും ഏത് ലോട്ട് എന്നാണ് പ്രൊഡക്ഷൻ അടിച്ചത് വരെ ആ ഒരു ഡീറ്റെയിൽ ഉണ്ടാവും. വിച്ച് ഇസ് ലൈക്ക് ഒരു ബീൻ എ ഇയർ ആക്ച്വലി വി ഇംപ്ലിമെൻറ്റഡ് ദാറ്റ്. അപ്പോൾ അത് ഇതിനു മുമ്പ് ഞാൻ കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന് കുറച്ചും കൂടിയും കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ട്രാൻസ്പാരൻ്റ് ആവാൻ. ഗെൻസ ഇസ് പ്രൊഡ്യൂസിങ് ദിസ് അറ്റ് ദിസ് ക്വാളിറ്റി ആൻഡ് ദിസ് ഇസ് ആർ ഗ്രേഡ്. ഇഫ് യു വോണ്ട് യു ക്യാൻ ഡു ചെക്ക് ദിസ് ഗ്രേഡ്. ഓർ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ യു വാണ്ട് ടു നോ മോർ അബൌട്ട് ഇറ്റ്,
യു ക്യാൻ കോണ്ടാക്ട് അസ്. ആ എടുത്ത പീസിൽ നിന്ന് വളരെ ഓപ്പൺ ആയിട്ട് വി വുഡ് സേ കേരളത്തിൽ എവിടെ മെറ്റീരിയൽ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്, കാസർഗോഡ് ടു ട്രിവാൻഡ്രം സപ്ലൈ ചെയ്തിട്ട് എവിടെ നിന്ന് യു ടേക്ക് ദ മെറ്റീരിയൽ, യു ഗിവ് ഇറ്റ് ഫോർ ടെസ്റ്റ്, ആ ഒരു ക്വാളിറ്റി ഗ്രേഡ് ഈ പറഞ്ഞ കെമിക്കൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ടു ദി സ്റ്റാൻഡേർഡ്സ് ആവാൻ ഐ ഹാവ് ഗിവൺ മൈ മാക്സിമം ഓൺ ദാറ്റ്. അപ്പോൾ ഐ വിൽ മേക്ക് ഷുവർ ഇറ്റ് ഇസ്. മനസ്സിലായി. ഒരു ബേസിക് ടെക്നിക്കൽ ക്വസ്റ്റ്യൻ, ഇതിപ്പം നിങ്ങൾ സപ്ലൈ ചെയ്യുന്നതെല്ലാം TMT ബാർസ് ആണ്. ഓക്കെ, ഇതിപ്പം മാർക്കറ്റിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 20 കൊല്ലം അല്ലെങ്കിൽ 25 കൊല്ലം ആയിട്ടുള്ളൂ ഇതൊരു എന്താ ഒരു മെയിൻ സ്ട്രീം കൺസംഷനിലേക്ക് TMT ബാർ വന്നിട്ട്. എന്താണ് ഈ TMT ബാർ എന്ന് പറയുന്നത്? അതൊന്ന് ടെക്നിക്കലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആക്ച്വലി തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ്, TMT ഫുൾ ഫോം. ജനങ്ങൾ കൂടുതൽ ഈ പറഞ്ഞ TMT റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ എന്ന് പറയുന്നു. പിന്നെ പരസ്യങ്ങളിലാണ് കൂടുതൽ ഇന്ന് പരസ്യങ്ങൾ ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റോട് കൂടിയാണ് TMT എന്നുള്ളൊരു വാക്ക് കൂടുതൽ ഫെമിലിയർ ആയി വന്നത്. അപ്പോൾ ഇറ്റ് ഈസ് വെരി, ഇപ്പോൾ നേരത്തെ പവൻ പറഞ്ഞതുപോലെ ഒരു 20 കൊല്ലം മുമ്പ് എടുത്തുവാണെങ്കിൽ CTD ബാസ്, ടോർ എന്ന് പറയുന്നത് എനിക്കൊന്ന് പവൻ യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. വന്നപ്പോഴേക്കും അത് TMTയിലേക്ക് എത്തി. അപ്പോൾ ആ ഒരു TMT ഈ ടെക്നോളജിക്കൽ ചേഞ്ച് വന്നതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഗ്രേഡ് നേരത്തെ പറഞ്ഞ പോലെ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ TMT പ്രോസസ്സ് ഇപ്പം നമ്മുടെ ഫാക്ടറിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബില്ലറ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞ് ബില്ലറ്റ് ഹൈ സ്പീഡ് റോളിംഗ് മില്ലിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ പ്രോസസ്സിൽ ഒരു TMT ബോക്സ്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ദ തിങ് ഹാപ്പൻസ്. അതായത് ഹൈ ടെമ്പറേച്ചറിലുള്ള ഈ സ്റ്റീൽ റോഡ് ഒരു മെഷീനിലൂടെ, വളരെ സിമ്പിളായി പറയുമെങ്കിൽ ആ മെഷീനിലൂടെ പാസ് ചെയ്യുമ്പോൾ സഡൻ ഡ്രോപ്പ് ഓഫ് ടെമ്പറേച്ചർ, അതായത് ഒരു 850-900 ഡിഗ്രി സെൽഷ്യസ് ഉള്ള പ്രൊഡക്റ്റിനെ നിമിഷ നേരം കൊണ്ട് 300 ഡിഗ്രിയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ആ ഒരു സഡൻ ഡ്രോപ്പ് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ ഔട്ടർ ലെയർ ഹാർഡറും ഇന്നർ ലെയർ സോഫ്റ്ററും ആയി മാറുന്നു. നമ്മൾ ഈ പഴയ കാലത്ത് ഈ കൊല്ലന്മാർ നമ്മൾ ഈ മറ്റേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ, പഴുപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ച് വെള്ളത്തിൽ വെച്ച്, ഇതൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാനത് സിനിമയിലൊക്കെ എല്ലാം നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പ്രോസസ്സ് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാവും ഇതിൻ്റെ ഒരു വെരി അഡ്വാൻസ്ഡ് വേ. പക്ഷേ ആ ഒരു യു ഹാവ് ടു സീ ദാറ്റ് പ്രോസസ്. ആക്ച്വലി ആ ഒരു നമ്മുടെ ഫാക്ടറീൻ്റെ സ്പീഡ് 14 മീറ്റർ പെർ സെക്കൻഡാണ്. അതായത് 14 to 15 മീറ്ററാണ് പെർ സെക്കൻഡ് മൂവ്മെൻറ്റ്. അപ്പോൾ അതിൽ ആ ഒരു ഷോർട്ട് ടൈമിൽ ഈ ടെമ്പറേച്ചർ ഡ്രോപ്പ് വരുമ്പോൾ ഈ പറഞ്ഞ നേരത്തെ ഔട്ടർ ലെയർ ഇന്നർ ലെയർ വ്യത്യാസം വരുമ്പോൾ ദാറ്റ് ഗിവ്സ് ദ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ഇനി ഇത് ടെസ്റ്റ് ചെയ്യുന്ന തന്നെ യു മൈറ്റ് ഹേർഡ് ഓഫ് ലൈക്ക് സ്റ്റീൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കെമിക്കലിൽ ഡിപ്പ് ചെയ്യുമ്പോൾ യു ക്യാൻ സീ ദ ഇന്നർ ലെയർ ആൻഡ് ഔട്ടർ ലെയർ. ചെയ്തിട്ടുണ്ടാവുമല്ലോ. കോളേജസിലൊക്കെ ഇതില് അതിലൂടെ ഒരു ചെറിയ ഒരു യൂസർ എന്ന നിലയിൽ, ഞാൻ ഇതിന്റെ ഒരു യൂസർ എന്ന നിലയിൽ നമ്മൾ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുവാണ്. അതായത് ഈ TMT ബാർ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഉള്ളില് കുറേ കൂടെ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു കമ്പി വളയ്ക്കുമ്പോൾ, നമ്മൾ സൈറ്റിൽ ഇതിൻ്റെ വളയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവുമല്ലോ. ഈ വളയ്ക്കുമ്പോൾ അകത്തെ സോഫ്റ്റ്വെയർ ലെയർ ഉള്ളത് കൊണ്ടാണ് ഇത് പൊട്ടിപ്പോകാത്തത്. അതായത് ഡക്റ്റൈൽ പ്രോപ്പർട്ടി ശരിക്കും പറഞ്ഞ ഈ സാധനത്തിന് കിട്ടുന്നതിൻ്റെ ഒരു റീസൺ ഈ അകത്തെ ഒരു സോഫ്റ്റ്വെയർ ഇതാണ്. അപ്പം ഞാൻ ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേജിൽ കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരാളെന്ന നിലയിൽ നമ്മളിത് ശരിക്കും കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളിത് TMT ബാറും സാധാ പഴയ ബാറും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും സെൻസ് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. മറ്റത് നമ്മൾ വളയ്ക്കുക എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ഇതിപ്പോൾ അകത്ത് ആ സോഫ്റ്റ്വെയർ ലെയർ ഉള്ളതുകൊണ്ട് അത് ഇച്ചിരിയും ഡക്റ്റൈലായിട്ട് അത് വരുന്നു. ഡക്റ്റിലിറ്റി ഇന്ന് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തും TMT ബാർ അല്ലാണ്ട് യൂസ് ചെയ്യരുതെന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ വരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഫോർച്ചുനേറ്റ്ലി TMT ബാർസ് ആണ് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നതും. അപ്പൊ അതല്ലാതെ ഇന്ന് അന്വേഷിച്ചു പോകേണ്ടി വരും. ഐ തിങ്ക് അതാ ഒരു ബെഞ്ച് മാർക്ക് ഇപ്പൊ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം TMT ബാർസ് ലൈക്ക് അത് മാത്രമല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. അതെ പണ്ട് അതുപോലെ ഇപ്പോൾ നമ്മൾ റിബ്സ് ഇല്ലാത്ത സ്റ്റീലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പഴയ വീടുകളൊക്കെ നമുക്ക് പൊളിക്കുമ്പോൾ ഈവൻ സൺഷെയ്ഡ് ആണെങ്കിലും സ്ലാബ് ആണെങ്കിലും, ഈവൻ സ്ലാബ് ആണെങ്കിൽ പോലും റിബ്സ് ഇല്ല. വെറുതെ ഈ റിബ് എന്താണെന്നൊന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ?
ആക്ച്വലി TMT ബാസ് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് തിങ് എല്ലാവരും വിഷ്വലി കാണുക ആ ഒരു സ്റ്റീൽ ബാർ വിത്ത് ദ ലൈൻസ് ഓൺ ഇറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ടു ബി പ്രിസൈസ് ലൈക്ക് അതാണ് അതിൻ്റെ റിബ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിബിൽ തന്നെ ആക്ച്വലി നമുക്ക് ദർ ആർ ലോട്ട് ഓഫ് പാറ്റേൺസ് ഓൺ റിബ്. ഇപ്പം നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഈ ഒരു ലൈക്ക് ഒരു സ്ലാൻഡിങ് ലൈൻസ് പോലെയോ അല്ലെങ്കിൽ എക്സ് ഷേപ്പ് പോലെയോ വി കുഡ് ഡു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിബ്സ് വിച്ച് ഇസ് അപ്രൂവ്ഡ് ബൈ BIS. ദിസ് ഇസ് ആക്ച്വലി പ്രൂവ്ഡ് ദാറ്റ് ഈ ഒരു റിബ് സിമെൻ്റ് ആയിട്ടുള്ള അതല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ആ ഒരു ബോണ്ടിങ്ങിന് അല്ലെങ്കിൽ ആ ഒരു പിടുത്തം കുറച്ച് സ്ട്രെങ്ത് അല്ലെങ്കിൽ വളരെ ആ ഒരു ബോണ്ടിങ് കട്ടി കൂട്ടാൻ സഹായിക്കുന്ന ഒരു പാറ്റേൺ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആക്ച്വലി പ്ലെയിൻ ബാസ് കഴിഞ്ഞ് ടോർ വന്ന് ഇന്ന് TMT വന്നപ്പം ഈ റിബ് പാറ്റേണിൻ്റെ മേലെ ഒരുപാട് റിസർച്ച് നടന്നു. ഞങ്ങൾ തന്നെ ഇപ്പം റീസെൻ്റ്ലി we've tried actually ഇപ്പോൾ ഈ 20 yearsൽ തന്നെ ആയിട്ട് 2-3 പ്രാവശ്യം we plan to change the rib patterns and all. എന്നിട്ട് ആ ഒരു ടെസ്റ്റ് ലൈക്ക് യു മൈറ്റ് ഹേർഡ് ഓഫ് പുൾ ഔട്ട് ടെസ്റ്റ്. അപ്പോൾ ഈ പുൾ ഔട്ട് ടെസ്റ്റ് I've also conducted at my unit. അപ്പോൾ അതിൽ we make sure which is the best rib pattern for a greater bonding. അപ്പം വെരി സിമ്പിളാണ്. ആ റിബ് പാറ്റേൺ സിമെൻ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഒരു പാറ്റേണും ആ ഒരു ലൈൻസും എല്ലാം ഉള്ളത്. അതിലെന്തെങ്കിലും കൺക്ലൂഷൻ ഉണ്ടോ? നിങ്ങൾ യൂസ് ചെയ്യുന്ന പാറ്റേൺ ബെറ്റർ ആണെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഫീരിയർ പാറ്റേൺ ഉണ്ടെന്നോ എക്സ് ബെറ്റർ ആണെന്നോ അങ്ങനെ എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്താൽ സാധിച്ചിട്ടുണ്ടോ? I would say the pattern which is normally seen, it's a kind of a slanting line വെച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു curve ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ഉണ്ട് which is commonly seen. This is as if now this pattern is proved to be the best pattern which helps like നല്ലൊരു ബോണ്ടിങ്ങിന് വേണ്ടി സഹായിക്കുന്നത്. അതർ ദാൻ ലൈക്ക് ഈ പറഞ്ഞ വെച്ചിട്ടുള്ള പാറ്റേൺ ഒക്കെ വെച്ചിട്ടുള്ള റിബ്സ് മാർക്കറ്റിൽ ഇതിൻ്റെ മുമ്പ് വന്ന് പക്ഷേ ഇറ്റ് കുഡൻ സർവൈവ് കാരണം ആ ഒരു ബോണ്ടിങ് സ്ട്രെങ്ത് വളരെ കുറവായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി വിഷ്വലൈസ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ആണ് ഇന്ന് നോട്ട് കേരളത്തിലല്ല കേട്ടോ, നമ്മൾ എവിടെ സഞ്ചരിച്ചാലും ഇപ്പം വേറെ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാലും ഐ ഹാവ് പേഴ്സണലി സീൻ ഓൺലി ദിസ്. ഇപ്പോൾ ഞങ്ങൾ ഈ ഇൻഡസ്ട്രിയിലുള്ളതുകൊണ്ട് എനിക്കൊന്ന് പവനും അങ്ങനെ ആയിരിക്കും നടക്കുമ്പോൾ എവിടെയും പുറത്ത് പോയാലും ഫസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ ഞാൻ എസ്പെഷ്യലി സ്റ്റീൽ കണ്ടു കഴിഞ്ഞാൽ വന്ന് എടുത്ത് നോക്കി അത് ഏതാണ്, അതിൻ്റെ മേലെ എന്തൊക്കെയാ പാറ്റേൺ, ഇവൻ കട്ടുക എന്നൊരു കഷ്ണം എടുത്ത് കൊണ്ടുപോകും ഫോർ ദി R&D. അപ്പോൾ ഈ അതുപോലെ ഇപ്പോൾ ഒരു കൺസ്യൂമറിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് ഈ സ്റ്റീല് സൈറ്റിൽ വന്ന് കിടക്കുന്നതിൻ്റെ ഡിസ്കളറേഷനോ തുരുമ്പോ ആണ്. ഇതിൽ എന്തെങ്കിലും ഒരു ഈസി മെത്തേഡ് ഉണ്ടോ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് തുരുമ്പിച്ചതാണോ ഡിസ്കളറേഷൻ മാത്രമാണോ എന്ന് നിർണ്ണയിക്കാൻ എന്തെങ്കിലും ഒരു ഈസി മെത്തേഡ് ഉണ്ടോ? അത് ആക്ച്വലി ഒരുപാട് സൈറ്റിൽ ഈവൻ എനിക്ക് തോന്നുന്നു അവൻ്റെ സൈറ്റിലൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യും, സൈറ്റിൽ അന്നത്തെ ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഉപയോഗിക്കാനൊരു കാലതാമസം വരുമ്പോൾ അതിനൊരു ചേഞ്ച് ഉണ്ടാവും. ഇപ്പോൾ there are 2 things which you mentioned. ഡിസ്കളറേഷൻ ഉണ്ടാവാം, റസ്റ്റ് ഉണ്ടാവും. ഡിസ്കളറേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, റസ്റ്റ് എന്ന് പറയുന്നത് കൊറോഷനാണ്. അപ്പം ഓൺലി തിങ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസ്റ്റ് പിടിക്കും, അതാണ് സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടി. അത് സ്റ്റീലിൽ റസ്റ്റ് പിടിച്ചില്ലേ പിന്നെ അത് സ്റ്റീലല്ല, അത് മറ്റെന്തോ നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തോ ഇനി സ്റ്റീൽ കഴിഞ്ഞ് വരാൻ പോകുന്ന നമ്മൾ ഗ്ലാസ് ഫൈബറൊക്കെ പോലത്തതാന്ന് പറയാം. അപ്പം discoloration is not an issue. Discoloration is never an issue. You could use that steel. അതിൽ ആ ഡിസ്കളറേഷൻ വന്ന മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു കുഡൻറ്റ് ഫൈൻഡ് എനി കെമിക്കൽ വേരിയേഷൻസ് ഒന്നും കാണില്ല. ബട്ട് വെൻ ദർ ഇസ് എ പോയിന്റ് ആഫ്റ്റർ ഡിസ്കളറേഷൻ ഈ പറഞ്ഞ കൊറോഷൻ സ്റ്റാർട്ട് ചെയ്യും. കൊറോഷൻ വെൻ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ബിഗാൻ ടു ലൈക്ക് അത് പെട്ടെന്ന് കൊറോഷൻ കയറി പിടിച്ച് പെട്ടെന്ന് പോകും. സോ ദാറ്റ് ഇസ് ദ ടൈം യു ഹാവ് ടു ബി കെയർഫുൾ. മേക്ക് ഷുവർ ആ ഒരു കൊറോഷൻ്റെ പോയിന്റ് ഒരു ലിമിറ്റിൽ മേലെ എത്തില്ല എന്നുള്ളത്. ആൻഡ് വി ഹാവ് ലൈക്ക് കമ്മ്യൂണിക്കേറ്റഡ് ടു ഓൾ അവർ കസ്റ്റമേഴ്സ്. അതായത് മേക്ക് ഷുവർ ഒരു സൈറ്റിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് കൊടുക്കുകയെങ്കിൽ അവരെ യൂസേജ് എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിക്കുക. ആൻഡ് ഈവൻ നൗ ഡേയ്സ് വോട്ട് വി ഡു ഇസ് വി സെൻഡ് ലൈക്ക് ഷീറ്റ്സ് സൈറ്റുകൾക്ക് മാത്രമായിട്ട് വി സെൻഡ് സ്പെഷ്യൽ ഷീറ്റ്സ് ടു കവർ ദ മെറ്റീരിയൽ. അതായത് ആ ഒരു ഡിസ്കളറേഷന് മുകളിലേക്ക് റസ്റ്റ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി വി ട്രൈ ടു
പ്രൊട്ടക്ട് ഇറ്റ്. ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വി ആഡ് നിക്കിൾ ആൻഡ് ഓൾ ടു റെസ്ട്രിക്റ്റ് ഇറ്റ്. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. അതെ. പക്ഷെ ഒരു ഇപ്പം നമുക്കൊരു കസ്റ്റമറിന് കിട്ടുന്ന ഒരു മനസ്സുഖം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വാർക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മുടെ സൈറ്റിൽ കിടക്കുന്ന സ്റ്റീല് ഡിസ്കളറേഷൻ ഇല്ലാണ്ട് നിങ്ങൾ മാനുഫാക്ചർ ചെയ്ത് വിടുന്ന അതേ കളറിൽ കിടക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷെ ഈ റസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ശരിക്കും തുരുമ്പെന്ന് പറയുന്ന ഒരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഫാസ്റ്റ് ആക്സലറേഷൻ. അപ്പം ഇത് ശരിക്കും പറഞ്ഞ ഒരു കസ്റ്റമറിന് ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ആൾ നമ്മളോട് ചോദിക്കുമ്പോൾ ഇത് തുരുമ്പാണോ ഡിസ്കളറേഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ കസ്റ്റമർ ഉള്ളിൽ ഒത്തിരി ഭീതിയോടുകൂടിയാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അത് നിർണ്ണയിക്കുക എന്ന് പറയുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ഞങ്ങൾ ചെയ്യുന്ന ഒരു ഈസി മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വയർ ബ്രഷ് ഉണ്ടല്ലോ, നമ്മൾ ഈ വയർ ബ്രഷ് വെച്ചിട്ട് ഈ സ്റ്റീലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരച്ച് കഴിയുമ്പോഴേക്കും ഫ്രഷ് സ്റ്റീൽ അതിൻ്റെ പുറത്ത് കാണുവാണെങ്കിൽ നമ്മളത് ഡിസ്കളറേഷൻ മാത്രമാണെന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമ്മളെത്തും. അതല്ല, കൊറോഷൻ ആണെങ്കിൽ ഇതിൽ ഈ പൊട്ടൽ പോലെ അതിൻ്റെ അകത്ത് ശരിക്കും അതിനൊരു ചെറിയ നമുക്ക് കാണാൻ പറ്റും. അത് പൊട്ടൽ പോലെ നമ്മളെ സ്കിന്നിന്റെ മേലെ പൊളിഞ്ഞു വരുന്നത് പോലെ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു അതിങ്ങനെ പൊളിഞ്ഞ് പീൽ ഓഫ് ചെയ്ത് വരുന്ന പോലത്തെ ഉള്ള ഒരു ഫീലിംഗ് വരുമ്പോഴാണ് അത് ശരിക്കും കൊറോഡഡ് ആണ് എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത്. ഇതിന് ഇന്നിപ്പോ റസ്റ്റ് റിമൂവർ എന്ന് പറഞ്ഞ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പല സൈറ്റിലും അത് യൂസ് ചെയ്യുന്നുണ്ട്. ചിലടത്ത് അത് സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്, ചിലടത്ത് സക്സസ്ഫുൾ അല്ലാണ്ട് ഇരിപ്പുണ്ട്. ഈ നിങ്ങളുമായിട്ടുള്ള ചർച്ചയിൽ ഇത് അത്രമാത്രം പ്രസക്തിയില്ല. പക്ഷെ എന്നിരുന്നാലും ജനറൽ ഒരു ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ, പലപ്പോഴും ക്ലയൻസ് ചെയ്യുന്ന ഒരു ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരു മണ്ടത്തരം ഇതാണ്. അതായത് ഇവർ സ്റ്റീല് എല്ലാം കെട്ടി വാർക്കയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ട് അവർ വാർക്കാണ്ട് സാമ്പത്തിക ഞെരുക്കം മൂലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമോ വാർക്കാതെ വെക്കുവാണെങ്കിൽ ശരിക്കും വലിയ വലിയ പ്രോബ്ലംസ് അതിൻ്റെ പുറത്ത് വരും. ഒന്ന്, ഈ ഷട്ടറിങ് എല്ലാം വളഞ്ഞു പോകാനും ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട്. രണ്ട്, സ്റ്റീല് പ്രൊവൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് പിന്നെയും റയറാന്ന് വെക്കാം. പക്ഷെ ജനറലി മേളിലേക്ക് 2 നില പിന്നീട് പണിയാന്ന് വിചാരിക്കുന്നവരുണ്ട്. അവർ ഈ കോളംസ് ഇങ്ങനെ എഴുന്നേപ്പിച്ചിട്ട് സ്റ്റീൽ ഇങ്ങനെ പൊക്കി നിർത്തും. അപ്പോൾ ഈ പൊക്കി നിർത്തി കഴിയുമ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ ഒരു 3 മാസം കഴിഞ്ഞാൽ ചെല്ലുന്നെങ്കിൽ ഇത് മൊത്തം തുരുപ്പിച്ചിട്ടുണ്ടോ, യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ലാപ്പ് ചെയ്ത് അടുത്ത ഇത് എടുക്കാൻ പറ്റാത്ത ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഞാനിപ്പോൾ ഒരു നില ആദ്യം ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങാം, പുറകെ 2ാമത്തെ നില പണിയാന്ന് പറയുന്നിടത്ത് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് എക്കാലത്തേക്ക് ഒരു 2 കൊല്ലത്തേക്ക് നമുക്ക് സ്റ്റീൽ ഇങ്ങനെ പൊക്കി നിർത്തുക എന്ന് പറയുന്നത് ഒരു രീതിയിലും ടെക്നിക്കലി അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. അത് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആൾക്കാർ ആ ഒരു അവയർനെസ് അറിഞ്ഞു തുടങ്ങണം. അപ്പം ഈ പറഞ്ഞ മാതിരി കൺസ്ട്രക്ഷൻ്റെ ആ ഒരു നിർമ്മാണത്തിൻ്റെ പ്ലാനിങ് വളരെ കറക്റ്റ് ആയിരിക്കണം. പർച്ചേസും അതുപോലെ തന്നെ കറക്റ്റ് ആയിരിക്കണം. അതായത് അതിൻ്റെ ടൈമിങ് കറക്റ്റ് ആയിരിക്കണം. ഈ പറഞ്ഞ മാതിരി ഞാൻ ഇത് ഒരുപാട് കേസിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റീല് മേലേട്ടായി വെച്ച് പിന്നെ വളരെ ലേറ്റായിട്ട് പ്ലാൻ ചെയ്യും. അപ്പോഴത്തേക്ക് തിങ്സ് ആർ വെരി ഡിഫറെൻറ്റ്. അത് വെച്ച് പിന്നെ സമയം എടുക്കുക എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ഇറ്റ് ഹാവ് ടു ബി റിയലി കമ്മ്യൂണിക്കേറ്റഡ്. ഈ സ്റ്റീല് നമുക്ക് ടെമ്പററിലി പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വല്ല മാർഗമുണ്ടോ? ലൈക്ക് ടെമ്പററിലി എന്ന് പറയുമ്പോൾ നമ്മൾ 1-2 കൊല്ലത്തേക്ക് ഇപ്പോൾ സ്റ്റീൽ എന്താണെങ്കിലും എഴുന്നേറ്റ് നിൽക്കുകയാണ്. സ്റ്റീൽ ഒരു കാരണവശാലും അതിലേക്ക് തുരുമ്പ് പിടിക്കരുത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെയിന്റിങ് പോലെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അതിന് ഒബ്വിയസ്ലി ഒരു എപ്പോക്സി കോട്ടഡ് ഫൈനൽ സൊല്യൂഷൻ. നമ്മൾ ആ റോഡിന്റെ പ്രോജക്ട്സിൽ നിങ്ങൾ എപ്പോക്സി കോട്ടഡ് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ല? അത് ആക്ച്വലി അഗെയിൻസ്റ്റ് ഓർഡർ വി ആർ സപ്ലൈയിങ് എപ്പോക്സി കോട്ടഡ്. സോ അഗെയിൻസ്റ്റ് അപ്പം ഈ പറഞ്ഞ ചലഞ്ചാണ് ഈ റോഡിന് വർക്കിനുള്ളത്. ദേ ബൈ ദ മെറ്റീരിയൽ. അവർ ഇപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിൽ റോഡ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണാത്ത ലൈക്ക് സ്റ്റീൽസ് ഒരുപാട് ഇങ്ങനെ ദേ ബൈ ദ മെറ്റീരിയൽ ദേ കീപ്പ് ഇറ്റ് ദെയർ. അത് ഒരുപാട് സമയം എടുക്കും. അത് കാരണം അവർക്ക് അതിൻ്റെതായ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. സമയം, ട്രാഫിക് മെയിൻറ്റെയിൻ ചെയ്യണം. ചില ഭാഗത്ത് ചെയ്യുമ്പോൾ ചില ഭാഗത്ത് ചെയ്യാൻ പറ്റില്ല. ലാൻഡിൻ്റെ എക്കോസിഷൻ നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വി വുഡ് സജസ്റ്റ് ലൈക്ക് അങ്ങനത്തെ വളരെ ഡിലേഡ് ആയ സിറ്റുവേഷൻ വരുമ്പോൾ, അതേപോലെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാം വരുമ്പോൾ ബെറ്റർ ടു യൂസ് എപ്പോക്സി കോട്ടഡ് സ്റ്റീൽസ് വാസ്. അപ്പോൾ ഈ എപ്പോക്സി കോട്ടഡ് എന്ന് പറയുമ്പോൾ ഈ പ്രോബ്ലം സോൾവ് ആയി. എന്നും ഇനി അത് പൊളിച്ചു കഴിഞ്ഞാലും ആ കളർ കാണാം.
അപ്പോൾ പിന്നെ ഒരു കസ്റ്റമർ എന്ന നിലയിൽ ശരിക്കും പറഞ്ഞാൽ എപ്പോക്സി കോട്ടിങ്ങിന് ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുണ്ടോ? അതെ. എപ്പോക്സി കോട്ടഡ് മെറ്റീരിയലിന് ഒരു ദർ ഇസ് പെർസെൻറ്റേജ് ലൈക്ക് ദ വിൽ ബി ഓൾമോസ്റ്റ് ഒരു 20% ഹൈക്ക് ഇൻ ദി പ്രൊഡക്റ്റ് പ്രൈസ്. അപ്പോൾ ആ ഒരു 15-20% അത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചോദ്യം. അപ്പോൾ നമ്മൾ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് കസ്റ്റമേഴ്സ്. വീടുണ്ടാക്കുന്ന ഒരു കസ്റ്റമറാണ്, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന കസ്റ്റമർ ആയിരിക്കും. ഇനി തീരദേശത്താണ് പുള്ളി ബിൽഡിംഗ് ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വീടുണ്ടാക്കുന്നത് അങ്ങനെ അതായത് വോട്ട് ഇസ് കസ്റ്റമർ നീഡെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പം അവനാണെങ്കിൽ ഒരു വീടുണ്ടാക്കുമ്പോൾ പുള്ളി ഒരു തീരദേശം അല്ലെങ്കിൽ അങ്ങനെ ഭാഗത്താണ് വീടുണ്ടാക്കിയാൽ യു കുഡ് സജസ്റ്റ് ദം വി ഷുഡ് ഗോ ഫോർ എപ്പോക്സി കോട്ടഡ് ബിക്കോസ് ഇങ്ങനെ ഇതാണ് ഇത്ര തീരദേശത്തുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ആ ഒരു ദർ ഇസ് എ കാറ്റഗറി ഓൺ ദാറ്റ്. അപ്പോൾ ഐ വുഡ് റെക്കമെൻഡ് എന്താണെന്ന് ആവശ്യം മനസ്സിലാക്കിയിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാന്നുള്ളത്. ഓർ എൽസ് ഡോണ്ട് നീഡ് ദാറ്റ്. അപ്പോൾ ഞാനൊരു നാട്ടിൻപുറത്ത് എൻ്റെ നാട്ടിൽ എനിക്കൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ why should I go for epoxy coated? I could go for the 550 material which is available in the market. ഈ ഞാനൊരു എഞ്ചിനീയർ എന്ന നിലയിൽ ഈ എപ്പോക്സി കോട്ടിങ്ങിലോട്ട് വരുമ്പോൾ എൻ്റെ ചാലഞ്ച് എന്താണെന്ന് ഞാൻ പറയാം. ഞാനിപ്പോൾ ഈ ഒരു റോഡ് പ്രോജക്റ്റാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ അക്വിസിഷൻ പ്രോബ്ലം വേറെ എന്തെങ്കിലും പ്രോബ്ലം കാരണം കുറേ നാൾ ഞാൻ മേടിച്ച സ്റ്റീൽ വെറുതെ ഇടുവാണെങ്കിൽ ശരിയാണ്. പക്ഷെ ജനറലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വാർക്കയുടെ 2-3 ദിവസം മുന്നേ ആയിരിക്കും സ്റ്റീൽ അറൈവ് ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റീല് ആ പണി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇത് വളയ്ക്കണം, കട്ട് ചെയ്യണം. അപ്പോൾ ഈ എപ്പോക്സി കോട്ടിങ് അവിടെ പോയല്ലോ. ഇപ്പോൾ എപ്പോക്സി കോട്ടിങ് പോയത് കഴിഞ്ഞാൽ അത് ഓൾറെഡി വൾണറബിളായി എവിടെയോ. അത് ഈ വൾണറബിൾ ആയ സ്ഥിതിക്ക് വൾണറബിലിറ്റി പോയിന്റിൽ നിന്നായിരിക്കും കൊറോഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ എപ്പോക്സി ചെയ്തിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നേ വരെ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ പലപ്പോഴും കസ്റ്റമേഴ്സ് എന്നോട് ചോദിക്കാറുണ്ട് നമുക്ക് എപ്പോക്സി പോകാം, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തിയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. റീസൺ ബീയിങ് ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണോ നിങ്ങൾ പേടിച്ചത് ആ സാധനം വീണ്ടും നിങ്ങളുടെ റിയാലിറ്റി ആവുകയാണ്. അവിടെ ഹാപ്പൻസ്. ആ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് സീ ദ റിയൽ സ്റ്റീൽ കളർ. കോട്ടിംഗ് പോയല്ലോ, കോട്ടിംഗ് പോയി, പ്രൊട്ടക്ഷൻ കോട്ടിംഗ് പോയി. പിന്നെ എന്താണ് അതുവഴി മെച്ചം വരാനുള്ളത്? ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ പലപ്പോഴും അത് എനിക്ക് തോന്നുന്നു ഈ എപ്പോക്സി കോട്ടിംഗ് അതുപോലെ ഗൂഗിളിൽ റിസർച്ച് ചെയ്ത് ഇപ്പൊ ഗൂഗിളിലൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ എന്ത് കാര്യം ഇപ്പൊ ചാറ്റ് GPT-യിലാണെങ്കിലും നമ്മൾ എന്ത് സാധനം ചോദിക്കുന്നോ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ആർഗ്യുമെന്റ്സ് നമുക്ക് കിട്ടും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അതെ നമ്മുടെ നറേറ്റീവ് എന്താണോ അല്ലെ. അപ്പൊ നമ്മളിപ്പോ ചാറ്റ് GPT-യോട് ചോദിക്കുകയാണ് ഇസ് എപ്പോക്സി ഗുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഇറ്റ് ഇസ് ദ ബെസ്റ്റ് എന്ന് പറയും. മറിച്ച് ടെൽ മീ വൈ എപ്പോക്സി ഇസ് ബാഡ് എന്ന് ചോദിച്ചാൽ ഈ പോയിന്റുകൾ പറയും. അതുകൊണ്ട് ഔട്ട് ഓഫ് എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റീലിൻ്റെ കട്ടിങ് ബെൻഡിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ലേബർ മാനുവലി പലയിടത്തും ചെയ്യുന്ന ഒരു പലതല്ല 99.999% അത്രേ ഉണ്ടാവാറുള്ളൂ. ഇത് 100% എന്താ ശരിക്കും ക്ലിയർ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സും അല്ല, പണിക്കാരാണത് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയലി കട്ട് ചെയ്ത് കൊണ്ടുവരുന്നതുമല്ല. അങ്ങനെയുള്ളൊരിടത്ത് ഈ എപ്പോക്സി യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സിനാരിയോ റോഡ് പ്രോജക്ട്സ് ആണ്. ഓക്കെ, വേറെ ഒന്നാമത് റോഡ് പ്രോജക്ട്സ് വരുമ്പോൾ ഈ സെക്ഷൻസ് അതുപോലെ ലെങ്ത്തിലുള്ളതാണല്ലോ. 12 മീറ്റർ റോഡ് എന്ന് പറഞ്ഞാൽ 12 മീറ്ററും അവർക്ക് ചിലപ്പോൾ ഒരു ബ്രിഡ്ജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അവരത് ലാപ്പാ ചെയ്യുന്നത്, കട്ടിയില്ല. വീടെന്ന് പറഞ്ഞാൽ എവിടെയാ നമുക്ക് 12 മീറ്റർ സ്പാൻ വരുന്നത്? ഏറിപ്പോയ 6 മീറ്റേഴ്സ് സ്പാൻ വരണുള്ളൂ. അതുകൊണ്ടാണ് ഈ എപ്പോക്സിക്ക് എതിരെ. പക്ഷെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്മെന്റ് ആണ് GFRP. അത് ചിലപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ അതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം? GFRP ഇപ്പം കേരളത്തിൽ മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടില്ല, പക്ഷെ കേരളത്തിൽ ചെറിയ രീതിയിൽ അതിൻ്റെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുറത്ത് അതായത് ഇന്ത്യയിൽ നോർത്ത് ഭാഗത്തൊക്കെ അതിൻ്റെ മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഒരുപാട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെത്. ഇപ്പം പറഞ്ഞ മാതിരി ഈ പറഞ്ഞ GFRP എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്മെൻറ്റ് പോളിമർ GFRP. ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയമാണ് ഡക്ടൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയേ ഇല്ല. അപ്പോൾ പാവം ചോദിച്ച അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇഷ്യൂലേക്ക് തന്നെ തിരിച്ചെത്തി. സൈറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗ ആർ യു ഗോയിങ് ടു ബെൻഡ് ഇറ്റ്? ലൈക്ക് ഹൗ ആർ യു ഗോയിങ് ടു ലൈക്ക് കട്ടിങ് ഇസ് ഈസി, ബെൻഡ് എങ്ങനെ ചെയ്യും?
ഈ ബെൻഡ് ചെയ്യാന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇല്ലാത്തൊരു മെറ്റീരിയൽ ഇന്ന് കേരളത്തിലൊരു വീടുണ്ടാക്കുന്ന അല്ലെങ്കിൽ സമയത്ത് നമുക്കത് എഗെയിൻസ്റ്റ് ഓർഡർ നിങ്ങൾ എത്ര ബെൻഡ് ചെയ്ത് പ്ലേസ് ചെയ്താലും കമ്പനി ഈസ് റെഡി ടു പ്രൊവൈഡ്. ബട്ട് എന്നാലും there is a situation scenario, but again you have to wait for, like പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്ന് ബെൻഡ് ചെയ്യാൻ പറ്റില്ല, സോ യു ഹാവ് ടു ഗിവ് ദി ഓർഡർ, വെയിറ്റ് ഫോർ ഇറ്റ്. ഇത് പോസിബിൾ ആണ്. ഇപ്പം നേരത്തെ നമ്മൾ GFRPയും അതുപോലെ തന്നെ എപ്പോക്സിയിൽ പറഞ്ഞതുപോലെ പാലങ്ങൾക്ക് ദേ നോ ദ ഡിസൈൻ, ദേ നോ ദ പാറ്റേൺ, സോ ദേ ഗിവ് ദ ഡിസൈൻ ആൻഡ് പാറ്റേൺ, റിങ്, അങ്ങനെ പല പാറ്റേൺസിലെല്ലാം തന്നിട്ട് വി കട്ട് in that shape, we do the epoxy coating and we give it. Correct. Okay. അപ്പോൾ അവിടെ കട്ടിങ്ങിന് ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ there is a percentage of chance എവിടെയെങ്കിലും they might have to do that, ആ കട്ടിങ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ GFRP പറയുമെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് വെരി മച്ച് ന്യൂ ടു ദ മാർക്കറ്റ്. ഇനി അത് ഉപയോഗിക്കാൻ തന്നെ ഒരുപാട്, അതായത് നമ്മൾ ഏത് സ്ഥലത്താണ് അതിൻ്റെ ആവശ്യമെന്ന് കൂടുതൽ തിരിച്ചറിയേണ്ടിയിരിക്കുന്നത്. GFRP എവിടെയാണ് ആവശ്യം വരുന്നത് എന്നുള്ളത്. അതെ, ഞാനതിൻ്റെ ഒരു ഫ്യൂച്ചർ കാണുന്നത് എങ്ങനെയാണ്, ഞാൻ ആദ്യം ഒരു ചെറിയൊരു അഹങ്കാരം കൊണ്ട് പറയാം, ഞാൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ GFRP ഇപ്പോൾ ട്രൈ ചെയ്യാനുള്ള. ദാറ്റ് ഈസ് റിയലി ഗ്രേറ്റ്, കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദാറ്റ്. താങ്ക് യു. അപ്പോൾ ഇതിൽ അപ്പോൾ അതിൻ്റെ പഠനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൽ താങ്കൾ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ആക്ച്വൽ ചാലഞ്ച്. സ്റ്റെപ്പ് 1 നമ്മൾ കാണുന്ന ചാലഞ്ച് ഇതിൻ്റെ ബെൻഡിങ് ആണ്. ഓക്കെ, പക്ഷെ ഇതിൻ്റെ പ്ലസ്സുകൾ പറയാം. അതെ, അപ്പം നമ്മുടെ ഈ ഒരു കോൺവെർസേഷന് ശേഷം നിങ്ങൾ നാളെ കെൻസയിൽ അങ്ങനെ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്ത് കൂടാന്നൊന്നും ഇല്ലല്ലോ. obviously I'm ready for anything, give me. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ നമ്മളായിരിക്കും അതിൻ്റെ ആദ്യത്തെ കസ്റ്റമർ. അത് തന്നെയല്ല, ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കാണുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കോൺക്രീറ്റിലേക്ക് വന്നപ്പോൾ തൊട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നതാണ് ഈ സ്റ്റീലിൻ്റെ കൊറോഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ആയുസ് എന്ന് നമ്മൾ പറയുന്നത് 40 years 50 years ആണ്. ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ 100 കൊല്ലം വരെ എക്സിസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ബട്ട് ഡിസൈൻ ലൈഫ് ഇസ് ഫോർ 40-50 years. ഡിസൈൻ ലൈഫ് 40-50 years എന്ന് പറയുന്നതിൽ 2 കമ്പോണൻസ് ആണ്. ഒന്ന് സ്റ്റീലാണ്, സ്റ്റീലിൻ്റെ കൊറോഷൻ തിയറിറ്റിക്കലി അറൈവ് ചെയ്തിരിക്കുന്നതാണ്. 2 കോൺക്രീറ്റിൻ്റെ ലൈഫിൻ്റെ ഡിക്ലൈനാണ്. ഈ 2 സംഭവങ്ങളാണ് ഇതിൻ്റെ ഡിസൈൻ ലൈഫിനെ നിർണ്ണയിക്കുന്നത്. ഇമാജിൻ ഈ പറയുന്ന സ്റ്റീലിൻ്റെ റെസ്ട്രിക്ഷൻ, കൊറോഷൻ എന്ന് പറയുന്ന സാധനം തിയറിറ്റിക്കലി ഇമ്പോസിബിൾ ആണെങ്കിൽ എന്നുള്ളതാണ്. ബിൽഡിംഗ് ലൈഫ് എന്ത് തന്നെയാണെങ്കിലും മച്ച് ഹയർ ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ റെനോവേറ്റ് ചെയ്യുന്ന പ്രോജക്ട്സിൽ പൊളിക്കുന്നോ എന്തെങ്കിലും നമ്മൾ നോക്കുമ്പോൾ അകത്ത് കമ്പിയൊക്കെ വളരെ ശോകമാണ്, എല്ലാം തുരുമ്പിച്ചിരിക്കും. ഇത് ഈ പറയുന്ന പ്രോഡക്റ്റിൽ ഇല്ല. ഓക്കെ, സോ തിയറിറ്റിക്കലി ഇതിൻ്റെ ലൈഫ് കുറേയും കൂടെ എക്സ്റ്റെൻഡ് ആയി. ഓക്കെ, രണ്ടാമത് ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 415 എന്ന് പറയുന്ന ഗ്രേഡിൽ നിന്ന് 550 വന്നപ്പോൾ എത്രമാത്രം സ്റ്റീലിൻ്റെ ടോട്ടൽ വെയിറ്റ് കുറഞ്ഞോ അതുപോലെ തന്നെയാണ് ഈ പ്രോഡക്റ്റും. ഇതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മച്ച് ഹയർ ആണ്. 550-നേക്കാളും ഒക്കെ വളരെ അധികം. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ഇന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കെൻസയിൽ നിന്ന് നമ്മൾ ഇന്ന് സ്റ്റീലിലും നോക്കുവാണെങ്കിൽ 60 to 80 റേഞ്ചിലാണ് എപ്പോഴും നിൽക്കുന്ന പ്രൈസ്. ഇപ്പം മറ്റതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 150 to 200 ആണ്, ഈ റേഞ്ചിലാണ്. പക്ഷെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് അതിനേക്കാളും കുറവായതുകൊണ്ട് ഒബ്വിയസ്ലി ഇന്ന് ഇത്രയും മാർക്കറ്റ് അധികം പെനട്രേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇതിനേക്കാളും പ്രൈസ് കൂടുതലായിരിക്കും. പക്ഷെ നാളെ കാണുന്ന ഒരു ഫ്യൂച്ചറിൽ ഈ 550D വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ 415 ഇല്ലാണ്ടായോ അതുപോലെ ചിലപ്പോൾ ഈ ഒരു സാധനം കൂടെ വന്നുകൂടാ എന്നില്ല. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ പറയണം. GFRP എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ എന്ത് തന്നെയാണെങ്കിലും actually good input. എനിക്കും I am very excited about your project. I would like to know more about അതിൻ്റെ ഓരോ സ്റ്റേജിലും let me know what are the problems you are facing. Obviously ഇന്ന് കൺസ്ട്രക്ഷനിൽ കാണുന്ന ഏറ്റവും കോമൺലി വരുന്ന ഒരു പ്രാക്ടീസ് എന്ന് വെച്ചാൽ സൈറ്റിലാണ് ഈ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പണിക്കാർ നിൽക്കുന്നത്. അവർ വളയ്ക്കുക, പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് kgക്കാണ് ഈ ലേബറിന് നമ്മൾ റേറ്റ് കൊടുക്കുന്നത് എല്ലാം. കുറച്ച് നാൾ മുന്നേ തൊട്ട് മാർക്കറ്റിൽ ഉള്ള ഒരു സർവീസാണ് ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വളച്ച്
തരുന്നു. അതെ. നിങ്ങളെ പോലെയുള്ള മാനുഫാക്ചറേഴ്സ് ഉണ്ട്, സ്റ്റിറപ്സും കാര്യങ്ങളും ഒക്കെ ആസ് ഇറ്റ് ഇസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി തരും. അതൊരു അതിൻ്റെ കോസ്റ്റ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു വോളി ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. ഓക്കെ. അപ്പം ഈ ഒരു ലോക്കൽ ആൾക്കാർ, അതായത് ഒരു ചെറിയ ഒരു കട്ടിങ് യൂണിറ്റും ബെൻഡിങ് യൂണിറ്റും വെച്ചിരിക്കുന്നവരിലേക്ക് നിങ്ങൾ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ടോ? ആക്ച്വലി അവൻ പറഞ്ഞു വരുന്നത് ഇന്ന് കുറച്ചും കൂടി ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് റിങ്ങും അതുപോലെ തന്നെ മറ്റ് സൈസിലുള്ള മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി. ആക്ച്വലി അത് ഞങ്ങളെ മില്ലിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. ഞങ്ങളെ മില്ലിൽ തന്നെ വി ലൈക്ക് ടേക്ക് ദ മെറ്റീരിയൽ, അത് ആ മെറ്റീരിയൽ എടുത്ത് എഗെയിൻസ്റ്റ് ഓർഡർ. പിന്നെ ഇപ്പോൾ ഓർഡർ കംസ് ഇത്ര ഇത് സൈസിലുള്ള റിംഗ് ആണ് വേണ്ടത്, ഇന്ന സൈസിലുള്ള. അതിൻ്റെ ഒരു മിനിമം എങ്ങനെയാണ് കെൻസ, എത്ര മിനിമം ക്വാണ്ടിറ്റി എന്തായിരിക്കും? ഇപ്പം എനിക്കിപ്പോൾ ഒരു വീട് വെക്കണം. അതെ. ആ വീട്ടിലേക്ക് എനിക്കിപ്പോൾ 8 എമ്മത്തിൻ്റെ 200 mm സ്റ്റിറപ്സ് വേണം. അതെ. സേ അതൊരു 500 എണ്ണം വേണം. എന്നാലും kg കണക്ക് നോക്കുമ്പോൾ അത് ഒരു വലിയ ക്വാണ്ടിറ്റി അല്ല. നിങ്ങൾ അത് എന്റർടൈൻ ചെയ്യുന്നുണ്ട്? അതെ അതെ അതെ. ആക്ച്വലി ദ തിങ് ഇസ് ദാറ്റ് ഞങ്ങൾ ഇപ്പോൾ ഒരു പാറ്റേണിൽ ഒക്കെ എല്ലാം ഒരു ഡീലർഷിപ്പ് എൻക്വയറീസ് ആണല്ലോ വരിക. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ തിങ്സ് ലൈക്ക് എത്ര മിനിമം ക്വാണ്ടിറ്റി യു ഗിവ് ടു എ ഡീലർഷിപ്പ്, we are ready to supply that. അതിന് ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് our own unit, our own facility. So ആ ഓർഡേഴ്സ് ഇപ്പം ഈ പറഞ്ഞ ചെറിയ കുറേ ഓർഡേഴ്സ് കിട്ടുമ്പോൾ there is a pattern. അപ്പോൾ ആ ഒരു പാറ്റേൺ കിട്ടുമ്പോൾ വി ഡു ദ പ്രൊഡക്ഷൻ അക്കോർഡിംഗ്ലി. ഇപ്പോൾ ഒരു ഡേ വിൽ ബി ദിസ് കൈൻഡ് ഓഫ് പാറ്റേൺ. പിന്നെ എനിത്തിങ് സ്പെസിഫിക് സ്പെഷ്യൽ ഡിസൈൻസ് കിട്ടുമ്പോൾ വി ഓൾസോ പ്ലാനിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ഒരു സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഇന്ന് ആക്ച്വലി ദാറ്റ് വാസ് ദി ഒരു ആവശ്യകതയായി മാറിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. അത് റീസെൻ്റ്ലി ഒരു 2-3 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ഓർഡേഴ്സേ റിങ്ങിന് വരാറുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏതൊരു ലോഡ് പാലക്കാട് നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ യൂണിറ്റിൽ നിന്ന് ഡെസ്പാച്ച് പോവുകയാണെങ്കിൽ അതിലെല്ലാത്തിലും വേറെ ലൈക്ക് റിങ് എന്തായാലും ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പം ഇറ്റ് ഹാസ് ബീൻ ഇനി എനിക്ക് തോന്നുന്നു അടുത്തത് ചിലപ്പോൾ ഞാൻ ദുബായിലൊക്കെ പോയി കണ്ടപ്പോൾ മാതിരി നമ്മളെ മെഷ് ഉണ്ടല്ലോ, റീഇൻഫോഴ്സ്മെൻറ്റ് മെഷ്. അപ്പം ഐ ഹാഡ് എ പ്ലാൻ അബൌട്ട് ദാറ്റ് ആക്ച്വലി. ഇനി അക്കോർഡിംഗ് ടു ദ സൈസ് കറക്റ്റ് മെഷ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി മച്ച് മോർ ഈസിയർ. ഞാൻ കാണുന്ന ഒരു ഫ്യൂച്ചറിൽ എന്തു തന്നെയാണെങ്കിലും ഈ ഒരു മെഷ് വെച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ടെക്നോളജിയിലേക്ക് എന്താണെങ്കിലും മാറും. നമ്മളിപ്പോൾ മറ്റ് പല രാജ്യങ്ങളിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് സൈറ്റിൽ വെച്ച് ഇത് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്തൊക്കെ വരുന്നതൊക്കെ റെയറാണ്, വെരി റെയർ. ഓക്കെ. ലേബർ ഇസ് എക്സ്പെൻസീവ്, എല്ലായിടത്തും ഭയങ്കര എക്സ്പെൻസീവായി മാറുന്നത്. നമ്മളിവിടെ അതിൻ്റെ ഒരു പോയിന്റിൽ നിൽക്കുന്നത് കൊണ്ടാണ് ലൈക്ക് ഒരു ബിയോണ്ട് എക്സ്പെൻസീവ് ആയ. അതെ. അപ്പോൾ എന്താ ഇപ്പം നമ്മളിപ്പോൾ ദുബായിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ അവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിലിട്ടല്ല അത് ചെയ്യുന്നത്, ഒരു യാർഡിൽ നിന്ന് ഓൾറെഡി ചെയ്ത് വരുവാണ്. കറക്റ്റ്. അതുപോലെ തന്നെ പുതിയ ടെക്നോളജി പ്രീകാസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടെക്നോളജീസ് എല്ലാം വരുമ്പോൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിലിട്ടിട്ടുള്ള വർക്കുകളുടെ ആകത്തുക ശരിക്കും വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്ന ഒരു സാധനം, കെൻസയുടെ ഫ്യൂച്ചർ ആണെങ്കിലും ഞാൻ കാണുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീലേഴ്സ് ത്രൂ ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡേഴ്സ് എന്ന് പറയുന്നത് വളരെ കസ്റ്റം ബേസ്ഡ് ആയിട്ടായിരിക്കും. നമ്മുടെ ഡിസൈൻ ഇതാണ്, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റീൽ വേണം എന്ന് പറഞ്ഞാണ്. ഇപ്പം എങ്ങനെയാ വിൻഡോസും ഡോർസും വരുന്നത്? നമ്മളൊരു വലിയൊരു മാറ്റമാണ് അത്. വലിയൊരു മാറ്റമല്ലേ? പണ്ട് സൈറ്റിലിട്ട് തടി കട്ട് ചെയ്ത് ഉണ്ടാക്കിയിരുന്നത് ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരൊറ്റ പ്രോജക്റ്റിൽ പോലും അതില്ല. എല്ലാം റെഡിമെയ്ഡിലേക്ക്, എല്ലാം റെഡിമെയ്ഡ്. കാരണം പ്രോഡക്റ്റ് ഫാർ ബെറ്ററായി. നമുക്കൊരു കസ്റ്റമറിനോട് ഒരു പേടിയില്ലാണ്ട് നമുക്കത് പറയാൻ പറ്റും. മറ്റേത് നമ്മൾ തടിയുടെ ഫ്യൂച്ചറിൽ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കേണ്ടിയിരുന്നു. ഇന്ന് മാറിയല്ലോ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീലിന്റെ ഇൻഡസ്ട്രിയിലും, അതായത് റെസിഡൻഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞു വരുന്ന ആ ഒരു സ്റ്റീലിന്റെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും ഡെഫിനറ്റ്ലി ഒരു മേജർ ചേഞ്ച് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും ഉറ്റുനോക്കുന്നതും. അങ്ങനെ കൂടെ പറയാം, ഉറ്റുനോക്കുന്നതും അങ്ങനെ ഒരു ചേഞ്ച് വരണം. വെരി ആക്ച്വലി അങ്ങനത്തെ ഒരു നിങ്ങളെ സംബന്ധിച്ചിട്ട് എപ്പോഴും ഈ ഭയങ്കര ചേഞ്ചസിൽ തന്നെ ഏറ്റവും ഗുണപ്രദമായ ചേഞ്ചസിനെ വെരി ഓപ്പൺലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ഈ ഒരു കോൺക്രീറ്റ് മെഷ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ആ കോൺക്രീറ്റ് മെഷ് എന്ന് പറയുന്നത് ഒരു ശരിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഐ വുഡ് സേ നെക്സ്റ്റ് തിങ് ലൈക്ക് പെട്ടെന്ന് ഇനി വരാൻ പോകുന്നത് അതായിരിക്കും. ആക്ച്വലി മൈ റിസർച്ച് ഓൺ ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് വി വിവ് ഡൺ എവറിഥിങ് ഓൺ ദാറ്റ്. ജസ്റ്റ് മെഷീനറി നീഡ് ടു ബി ഹിയർ, ദാറ്റ്സ് ഇറ്റ്.
അപ്പോൾ അതിൽ റെഡിമെയ്ഡ് കോൺക്രീറ്റ് മെഷുകൾ അക്കോർഡിംഗ് ടു ദി സൈസ് ന്യൂ ഇൻഫോം ആർ ഡീലേഴ്സ് ഓർ ദി ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ റെഡിമെയ്ഡ് മെഷ് നിങ്ങളെ സൈറ്റിൽ വീടുകളിൽ എത്തുകയാണ്. ആ ഒരു ലോറി നിങ്ങൾക്ക് വേണ്ടി വന്ന് നിങ്ങൾക്ക് വേണ്ടി ആ സാധനം എടുത്ത് മാറ്റി കറക്റ്റ് ആ ലോറിയിൽ അറ്റാച്ച്ഡ് ഒരു മിനി ക്രെയിൻ്റെ വീട്ടിലേക്ക് അത് ഒന്ന് അൺലോഡ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ലാപ്പ് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. അതെ, അങ്ങനെ ഒരു ഫ്യൂച്ചർ ബഹുദൂരം അകലെയൊന്നും അല്ല കേട്ടോ. അല്ല, അത് വളരെ അടുത്ത് വളരെ അടുത്ത് ഈ പറഞ്ഞ വളരെ എളുപ്പമാക്കും കാര്യങ്ങൾ. അതെ അതെ. അതുപോലെ തന്നെ ഞാൻ കാണുന്നതാണ് പ്രീകാസ്റ്റും. അതെ, പ്രീകാസ്റ്റ് ഒബ്വിയസ്ലി നമ്മളിപ്പോൾ കാണുന്നത് സൈറ്റിൽ നമ്മളൊരു കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളിപ്പോൾ മറ്റേ വീടെന്ന സ്വപ്നത്തിൻ്റെ സീരീസിലാണെങ്കിലും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്ന സബ്ജക്റ്റ് ശരിക്കും കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാണ്. അതെ അതെ. അതിൽ ഞാൻ തന്നെ ഓപ്പൺലി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പരിധി കൂടുതൽ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി അസർട്ടൈൻ ചെയ്യാൻ എനിക്കോ എൻ്റെ ടീമിനോ പറ്റില്ല. കാരണം മണ്ണ്, കല്ല്, അപ്പോഴത്തെ ചൂട്, വെള്ളത്തിൻ്റെ ക്വാളിറ്റി, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി, സിമെൻറ്റുമായിട്ടുള്ള ബോണ്ടിങ്, അതുപോലെ വേരിയബിൾസ് എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരിക്കുന്ന ഒരു സാധനത്തിൻ്റെ പുറത്ത് നമുക്ക് 100% ഷുവറായിട്ട് ഇത് പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വളരെ സേഫായിട്ടാണ് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മറിച്ച് കുറച്ചുകൂടെയും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇത് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയി. നമ്മുടെ ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ വരുമ്പോൾ എന്താ, റെഡിമിക്സ് കോൺക്രീറ്റ് വരെ എത്തി. സൈറ്റിൽ നമുക്ക് റെഡിമേഡ് ഇപ്പോൾ കുറേയും കൂടെ ക്വാളിറ്റി കൺട്രോൾ വന്നു എന്നുള്ളതാണ്. പക്ഷെ ഇനി ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നതനുസരിച്ച് നിങ്ങളെപ്പോലെയുള്ള സ്റ്റീൽ സപ്ലയേഴ്സ് കെൻസ അവിടെ സൈറ്റിൽ മെഷ് എത്തിക്കുന്നു, എന്നിട്ട് ഒന്നെങ്കിൽ RMC വെച്ചത് ഫില്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ സിനാരിയോ 2 പാനൽസ് വാർത്ത് യൂണിറ്റിൽ നിന്നുണ്ടാക്കി നേരെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. ഇതാണ്, അതായത് മോഡുലാരിറ്റി എത്രത്തോളം വരുമോ അത്രത്തോളം വരും എന്നുള്ളതാണ്. അത് ആക്ച്വലി ഐ വുഡ് സേ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വരാൻ സാധ്യതയുള്ള മാറ്റങ്ങളാണ് അതൊക്കെ. അതൊന്നും അത്ര നീണ്ടു നിൽക്കില്ല. അപ്പം ആക്ച്വലി ഇന്ന് കേരളത്തിൽ ഒരുപാട് പ്രൊജക്റ്റുകളിൽ ഇങ്ങനെ റെഡിമെയ്ഡ് മെഷുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീകാസ്റ്റ്, റെഡിമെയ്ഡ് വാൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊച്ചിയിൽ തന്നെയാണെങ്കിലും പ്രീകാസ്റ്റ് വാൾസ് വളരെ കോമൺലി വലിയ അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സിന് യൂസ് ചെയ്ത് വരുന്നുണ്ട്. വലിയ ബ്രാൻഡുകൾ കൊച്ചിയിൽ വന്ന് ഈ കോർ വാൾ ടെക്നോളജി വെച്ചിട്ടാണ് ഇവിടെ ചെയ്തു വരുന്നത്. ഓൾറെഡി കോൺക്രീറ്റ് വാൾസ് വെച്ചിട്ട് പണിയുന്ന ഒരു പ്രോസസ് ഉണ്ട്. നിങ്ങൾ ഇത് കൂടാതെ ശരിക്കും വേറെ എന്തെങ്കിലും ഇൻഡസ്ട്രിയിൽ ഒരു ഇന്നോവേഷൻ പോലെ എന്തെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ വരും കാലങ്ങളിൽ? നോട്ട് ജസ്റ്റ് സ്റ്റീൽ മാത്രമല്ല, അല്ല സ്റ്റീൽ തന്നെ നിങ്ങളുടെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഞങ്ങള് സ്റ്റീലില് ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഇന്നോവേഷനാണ് ഈ QR കോഡ് ഓരോ ബണ്ടിലും വരിക എന്ന് പറയും. നമ്മൾ തന്നെയാണെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയുന്നത്, അപ്പൊ നമ്മുടെ കസ്റ്റമറാണ് ഇബാദ് റഹ്മാനോട് എന്തെങ്കിലും സ്റ്റീലിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അപ്പം തന്നെ ഞാൻ പറയുന്നത് ആ ബണ്ടിലിന്റെ അവിടെ QR കോഡ് ഉണ്ട്, നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കി. അതുപോലെ എന്തെങ്കിലും രസകരമായ കസ്റ്റമറിന് ബെനിഫിറ്റ് ഉള്ള വേറെ എന്തെങ്കിലും ഇന്നോവേഷൻസ് ഇപ്പം നിങ്ങളുടെ പൈപ്പ് ലൈനിലുണ്ടോ? ആക്ച്വലി ഇപ്പം ആസ് ഇഫ് നൗ ദ പ്ലാൻ വാസ് വിത്ത് ദ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കുറച്ചും കൂടി ട്രാൻസ്പാരൻ്റ് ആയി കാര്യങ്ങൾ പറയാം, വാട്ട് ഇസ് ദി ഗ്രേഡ്, വാട്ട് ഇസ് ദി ക്വാളിറ്റി ആൻഡ് ഓൾ. പിന്നെ ആണ് ഈ പറഞ്ഞ ഇപ്പം പൈപ്പ് ലൈനിൽ ഉള്ളത് നമ്മുടെ ഈ പറഞ്ഞ എപോക്സി കോട്ടഡ്, വിച്ച് ഇസ് അഗെയിൻ ടു ദി റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട്. പിന്നെ ഇപ്പോൾ ഈ റെഡിമെയ്ഡ് മെഷ്, അത് കുറച്ചും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം തന്നെയാണ് കെൻസൻ്റെ ഈ കമ്മിങ് ഇയേഴ്സിലുള്ള ഒരു 2-3 ഇയേഴ്സിലുള്ള പ്ലാൻസ്. അപ്പോൾ ആ റെഡിമെയ്ഡ് മെഷ് അക്കോർഡിംഗ് ടു ദ സൈസ്, നോട്ട് ജസ്റ്റ് മെഷ്, കോൺക്രീറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് മെഷ് അല്ലാണ്ട് റിങ്, അതുപോലെ തന്നെ മറ്റ് ആവശ്യമായ സാധനങ്ങളെല്ലാം യു കുഡ് പ്ലേസ് ദി ഓർഡർ ത്രൂ ആൻ ആപ്പ്. ഞങ്ങളൊരു ആപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആപ്പ് വഴി കസ്റ്റമറിന് ഓർഡർ പ്ലേസ് ചെയ്യുക. അത് നിങ്ങളിപ്പോൾ ഏത് ലൊക്കാലിറ്റിയാണോ ആ ലൊക്കാലിറ്റിയിലുള്ള ഡിസ്ട്രിബ്യൂട്ടർ വഴി നിങ്ങളെ സൈറ്റിലേക്ക് എത്തും. അപ്പോൾ വിച്ച് ഇസ് ലൈക്ക് മോർ
planning to get the tech things together with a systematic way. അപ്പം കുറച്ചും കൂടി ഈസിയർ ആയി. യു കുഡ് ട്രാക്ക് യുവർ ഓർഡർ. നമ്മളൊരു സ്വിഗ്ഗിയിൽ ഫുഡ് നിന്ന് നമ്മൾ പറയുന്ന ഇ കൊമേഴ്സിൽ നിന്ന് മാറി ക്വിക്ക് കൊമേഴ്സിലേക്ക് എത്തി. അപ്പോൾ അതുപോലെ സ്റ്റീലിൽ ആ ഒരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടിയും ടെക്നോളജിക്കലി ആ ഒരു രീതിയിൽ യു കുഡ് നോ മോർ അബൌട്ട് യുവർ പ്രോഡക്ട്സ്, മോർ അബൌട്ട് ദ സ്റ്റീൽ. അപ്പം കുറച്ചും കൂടി ഈസിയർ വേയിലേക്ക് ആക്കി. ഓഫ്, അടിപൊളി. അപ്പോൾ ഈ നമ്മളിനി കാണുന്ന ഒരു കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ വളരെ അധികം എക്സൈറ്റിംഗ് ആണ്. കാരണം എസ്പെഷ്യലി ഫ്രം എ കസ്റ്റമേഴ്സ് പെർസ്പെക്റ്റീവ്, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സ്റ്റീലിൻ്റെ ക്വാളിറ്റി വരെ നമുക്ക് ഇന്ന് അറിയാവുന്ന ലെവലിലോട്ട് വന്നു. പക്ഷെ അതിനേക്കാളും ഉപരി അത് എപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നു, വണ്ടിയിൽ കയറിയോ പുറപ്പെട്ടോ, ആക്ച്വലി അവിടെയാണ് നമ്മൾ പറയുമല്ലോ കസ്റ്റമേഴ്സിനോട് നമ്മൾ ട്രാൻസ്പാരൻ്റ് ആവാന്നുള്ളത്. എനിക്ക് ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ വന്നപ്പോഴാണ് ഐ പേഴ്സണലി ഫെൽറ്റ് ദാറ്റ് കെൻസ ഇസ് മോർ ട്രാൻസ്പാരൻറ്റ് ടു ഈച്ച് ആൻഡ് എവറി കസ്റ്റമർ. അതായത് എനിക്ക് അറിയുന്നത് പോലെ എൻ്റെ കസ്റ്റമറിന് എൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഹൗ ഇറ്റ് ഈസ്, വെയർ ഇറ്റ് ഈസ്, വെൻ ഇറ്റ് ഈസ് എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി മനസ്സിലായി. അപ്പോൾ ഇതിലിപ്പം നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു ബ്രാൻഡാണ്, കേരളത്തിൽ ഉയർന്നു വരുന്നു. ഇപ്പം കുറച്ച് കാലഘട്ടം മുന്നേ വരെ വളരെ സുലഭമായിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കിട്ടുമായിരുന്നു. ഇപ്പോൾ ഈ QR കോഡൊക്കെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ല വരുന്നതെന്ന് ഒരു കസ്റ്റമറിന് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങൾ BIS സ്റ്റാൻഡേർഡ്സ് എല്ലാം കംപ്ലൈ ചെയ്ത് ചെയ്യുന്നു, വേറൊരു സപ്ലയർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എളുപ്പത്തിൽ നിങ്ങളുടെ കെൻസ എന്നുള്ള ഒരു പേര് അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊടുത്തുകൂടെ? വാട്ട് ഇസ് സ്റ്റോപ്പിംഗ് ദം? എന്താണ് അതിൽ ഒരു ജനറൽ അറിവിന് വേണ്ടി ചോദിച്ചതാട്ടോ. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ സ്റ്റീൽ ബാസിൻ്റെ മേലെ ഒരു ബാച്ച് നമ്പർ, നോട്ട് ബാച്ച് നമ്പർ, ഒരു കേരളത്തിനുള്ള 64 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ട് ഓൺ ദ ടീം. സ്റ്റീൽ ബാസിൻ്റെ മേലെ പ്രിൻ്റ് ചെയ്ത് വരും. അത് ആക്ച്വലി ഇനീഷ്യലി വരുന്നത് കേരളത്തിൻ്റെ കോഡും അതിൻ്റെ എൻഡിലേക്ക് അത് വരുന്നത് എൻ്റെ മാനുഫാക്ചറിങ്, അതായത് ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത കോഡ് നമ്പറാണ്. അപ്പോൾ അത് സ്റ്റീലിൻ്റെ മേലെ എംബോസ് ചെയ്തിട്ടാണ് വരുന്നത്. വേർ യു ക്യാൻ സീ ദ റിബ്സ്. ആ റിബിൻ്റെ പാറ്റേൺ കഴിഞ്ഞാൽ യു കുഡ് സീ ദാറ്റ് നമ്പർ. അപ്പോൾ ആ ഒരു നമ്പറാണ് ഇന്ന് ഈ പ്രൊഡക്റ്റ് കെൻസ TMT എൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് മാനുഫാക്ചർ ചെയ്താന്ന് ഉറപ്പ് വരുത്തുന്ന ഏക സാധനം. അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ ബണ്ടിലിൻ്റെ മേലെ ഉണ്ടാവുന്ന ടാഗിൻ്റെ മേലുള്ള QR കോഡ്സ്, അതിൻ്റെ മേലെ ഉണ്ടാവുന്ന മറ്റ് ലോട്ട് നമ്പേഴ്സ്, ഡീറ്റെയിൽസ്, ഇതെല്ലാം. ഇനി ഇതിനെല്ലാം ഉപരി നമ്മൾ മാനുഫാക്ചർ ചെയ്ത് ഡെസ്പാച്ച് ചെയ്യുന്ന ഓരോ ലോട്ടും, ഇപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഡെസ്പാച്ച് വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വി യൂസ് ടു ടൈ ഇറ്റ് ആൻഡ് ഓൾസോ സീൽ ഇറ്റ്. സീൽ ചെയ്തിട്ട് ആ സീലിൻ്റെ മേലെയും ഓൾസോ ദർ ഇസ് എ കോഡ് നമ്പർ. അപ്പോൾ കസ്റ്റമറിനെ ഈ സീല് പൊട്ടിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ വി മേക്ക് ഷുവർ ലൈക്ക് ഞങ്ങൾ മെറ്റീരിയൽ വേറെ ഡ്യൂപ്ലിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് ഇറ്റ് ഇസ് ലൈക്ക് കസ്റ്റമർ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ പണ്ട് ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. ഇച്ചിരി കൗതുകമുള്ള ഒരു എക്സ്പീരിയൻസാണ്. ഞാനൊരു ഡീലറിനെ വിളിച്ചിട്ട് നമ്മുടെ ഒരു വളരെ ഇനീഷ്യൽ കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റീലിന് വേണ്ടിയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുവാണ്. പ്രൈസ് ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി പറഞ്ഞു, സാറിന് ഈ ബ്രാൻഡ് വേണോ അതോ ISI മാർക്കുള്ളത് മതിയോ എന്ന് വെച്ച്. അപ്പോൾ ഞാനപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഉള്ള ഒരു കൈമുതൽ എന്ന് പറയുന്നത് പൈസയല്ല, ക്യൂരിയോസിറ്റിയാണ്. നമ്മൾ ഈ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മൾ ചോദിച്ചു, ISI മാർക്കുള്ള സാധനം എന്താ അത് എന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ല ഇത് ISI മാർക്കുള്ള സ്റ്റീല് ഞങ്ങൾ സപ്ലൈ ചെയ്യാം, 6 രൂപ പെർ kg കുറവാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു അന്ന് റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ വില 44 രൂപയുള്ളൂ ബ്രാൻഡിന്. അന്ന് ആ സാധനം നമുക്ക് 38 രൂപയ്ക്കോ 37 രൂപയ്ക്കോ കണ്ട അവര് സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ അത് എന്തായിരിക്കും അതിൽ അടിച്ചു വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണമെങ്കിൽ സാറിന്റെ പേര് വെച്ചേക്കാം. ഉണ്ടായ സംഭവമാണ്, തമാശ പറഞ്ഞല്ല, അത് ആക്ച്വലി ഉണ്ടായ സംഭവമാണ്. പവൻ TMT എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നീട് സബ്സീക്വന്റ്ലി പവൻ TMT എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സാധനം ഉണ്ട്, അത് വേറെ. പക്ഷെ എന്നിരുന്നാലും അപ്പൊ ഞാൻ അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇതാണ്, ഇത് ഇത്രയും എളുപ്പത്തിൽ ഇതിങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്ത് ഈ സാധനം ചെയ്യാൻ പറ്റുമോ?
അപ്പം എന്നുള്ളത് എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു താങ്കളുടെ ഒരു ഒപ്പീനിയൻ? ആക്ച്വലി അത് ഐ ഹാവ് ഓൾസോ ഹേർഡ് അബൌട്ട് ഇറ്റ്. ആക്ച്വലി അതൊരു സമയത്ത് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി ഒരു 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 സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു ക്രൈസിസ് ഫേസ് ചെയ്ത സമയത്ത് ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് എല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ ഇത് പിന്നെ ലീസിനെടുത്ത ആൾക്കാരും വളരെ അതായത് കെയർലെസ് ആയിട്ട് പല പല പേരുകളിൽ പല പല ബ്രാൻഡുകളിൽ നമ്മൾ ഈ ലേബിൾ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമല്ലോ, ആ ഒരു കൈൻഡ് ഓഫ് പാറ്റേണിലെത്തി. സോ ലൈക്ക് നോട്ട് ഈവൻ ഒരു ഒരു ക്ലാരിറ്റി ഒന്നുമില്ല. ഏത് ബ്രാൻഡ് ഏത് പേര് നമ്മൾ പറഞ്ഞാലും അടിച്ചു തരും. യു വോണ്ട് ഗെറ്റ് എനി ഗ്രേഡ് സർട്ടിഫിക്കറ്റ്, അതൊന്നും ചോദിച്ച് അങ്ങോട്ട് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. ബിക്കോസ് അവർ പക്ഷെ അത് ഫിസിക്കൽ ടെസ്റ്റ് നമ്മൾ ചെയ്തിരുന്ന പാസ് ആവുമായിരുന്നു. ഇല്ല, അത് അങ്ങനത്തെ ഒരു മെറ്റീരിയലിൽ പാസ്സാവാനുള്ള സാധ്യത വളരെ ലോ ആണ്. കാരണം അവർ ISI മാർക്ക് ഉണ്ടെന്ന് പറയുന്നത് ഈ ഫാക്ടറിക്ക് ISI സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നാണല്ലോ. പ്രൊഡക്റ്റിന് ISI ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ട് അത് ISIൻ്റെ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിലല്ലേ അത് ISI പ്രൊഡക്റ്റാന്ന് പറയുള്ളൂ. മനസ്സിലായി. ഇപ്പം എൻ്റെ യൂണിറ്റിൽ വി ഹാവ് ISI സർട്ടിഫിക്കേഷൻസ് ആൻഡ് ഓൾ, ബട്ട് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ISI നോംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ പറഞ്ഞതിൽ ഇവർ ഏത് പേര് പറഞ്ഞാലും അല്ലെങ്കിൽ ഏതിപ്പോൾ പല പേരുകളിലും വന്നതുണ്ട്. ഞാൻ ഒരു സമയത്ത് കേരളത്തിൽ നമുക്ക് ഒരുപാട് പേരുകളിൽ നമ്മൾ TMT വാസ് കേട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കാലങ്ങളെ അത് കേട്ടിട്ടുള്ളൂ. അതൊരു 6 മാസം കേൾക്കാം, അല്ലെങ്കിൽ ഒരു 8 മാസം, അല്ലെങ്കിൽ ഒരു വർഷം, പിന്നെ അങ്ങനെ ഒരു പേരേ കേൾക്കില്ല. അപ്പോൾ ദാറ്റ് വാസ് ദ പീരീഡ്. പക്ഷെ ഇന്നത്തെ ഈ 2024 കസ്റ്റമർ ഇസ് വെരി മച്ച് ക്യൂരിയസ്. ഇപ്പോൾ പവനെ പോലത്തെ കസ്റ്റമേഴ്സ് ഒരുപാട് കൂടി. പീപ്പിൾ ഗൂഗിൾ ഇറ്റ്. ഇപ്പോൾ പറഞ്ഞ മാതിരി വെൻ യു സേ ലൈക്ക് കെൻസ, ഇറ്റ്സ് ലൈക്ക് ഹി ഗൂഗിൾ ഇറ്റ്, ഹി ചെക്സ് ദ തിങ്സ്, കാര്യങ്ങളെല്ലാം നോക്കും. ഈവൻ ദ റിവ്യൂ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചിട്ട് ഇന്നൊരു കസ്റ്റമർ ഒരു പർച്ചേസ് നടത്തുന്നു. ബിക്കോസ് ഇറ്റ്സ് എ ബിഗർ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തെങ്കിലും സാധ്യതയുണ്ടോ കെൻസ എന്നുള്ള ഒരു പേരിൽ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കെൻസ വരാൻ സാധ്യതയുണ്ടോ? ആസ് ഇഫ് നൗ ഐ ഹാവ് ക്രോസ് ചെക്ക്ഡ് ഇറ്റ്. അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വി ബ്ലോക്ക് ദി ചാൻസസ് ആക്ച്വലി. കാരണം മാർക്കറ്റിൽ ഇന്ന് കേരളത്തിൽ തന്നെ ഈ 14 ജില്ലകളിലും ഞങ്ങൾക്ക് ഞങ്ങളതായ സെയിൽസ് ടീമും ഒക്കെ ഉള്ളത് കൊണ്ട് we like very much know the market, each and every dealership, counters and all. There are people around us to inform us whatever is happening around. അപ്പോൾ we are alert, but I won't say there won't be, but if anything comes like that, we would like take an action on that at the earliest. മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വേണ്ടത് ഒരു ഗ്യാരണ്ടിയാണ്. ഈ പ്രോഡക്റ്റ് നല്ലതാണ്. അവർ കൊടുക്കുന്ന അല്ലെങ്കിൽ മേടിച്ച് കൊടുക്കുന്ന എല്ലാവരും ഇപ്പം നമ്മളെപ്പോലെ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്ത് വരുന്നതല്ലല്ലോ. പലപ്പോഴും ചെയ്യുന്നത് ഒരു ലേബർ കോൺട്രാക്ടറിനെ അസൈൻ ചെയ്തിട്ട് ഇവർ തന്നെ സ്റ്റീലിൻ്റെ മേടിച്ച് കൊടുക്കുന്നതാണ് ഇന്നും ഏറ്റവും കൂടുതൽ പ്രിവൈലൻ്റ് ആയിട്ടുള്ള. എനിക്ക് അതിനോട് യോജിപ്പില്ല, നമ്മുടെ ബിസിനസ് അല്ലല്ലോ. എനിവേ, അപ്പോൾ പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ സത്യം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു കസ്റ്റമർ എന്ത് തന്നെയാണെങ്കിലും എൻ്റെ ഒരു ജനറൽ അഡ്വൈസ് എന്നും ഞാൻ പറയുന്നത്, ആൾക്കാരെ വിളിച്ച് ചോദിക്കുമ്പോൾ ഏത് സ്റ്റീൽ വേണം സാറേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതൊരു ബ്രാൻഡിൻ്റെ ആണെങ്കിലും ബ്രാൻഡിൻ്റെ സാധനം നിങ്ങൾ എടുക്കുക എന്നുള്ള അഡ്വൈസാണ് ഞാൻ ജനറലി പറയാറുള്ളൂ. അപ്പോൾ അവർ ഉടനടി അവിടുത്തെ അടുത്ത ചോദ്യം വരുന്നത് പ്രൈമറി ബ്രാൻഡുകൾ പറഞ്ഞിട്ട് ഇതാണോ, ഇതെടുക്കണോ, 5 രൂപ കൂടുതലുണ്ട്, 6 രൂപ കൂടുതലാണ്, എടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ബഡ്ജറ്റ് കൂടുതലെടുത്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്തോ, പക്ഷെ അതുവഴി വേറെ ബെനിഫിറ്റ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുള്ളതും ഞാൻ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്ന ഒരു പോയിന്റാണ്. എനിവേ, അപ്പോൾ ഇപ്പോൾ ഇനി വരുന്ന കാലഘട്ടം ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റിംഗ് ഒരു സംഭവമാണ്. എസ്പെഷ്യലി എൻ്റെ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് ആൾക്കാർ വീടിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പൈസയും ശരിക്കും പറഞ്ഞാൽ കൂടുതലായി എന്ന് തന്നെയാണ് എൻ്റെ ഒബ്സർവേഷൻ. ഒബ്വിയസ്ലി ഒരുപാട് ബഡ്ജറ്റ് എവിടെയോ എത്തിയില്ല ആൾക്കാർ. ഇറ്റ്സ് ലൈക്ക് ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതിലും അപ്പുറം എത്തിപ്പോയി വീട് എന്ന് പറയുന്നത്. അതെ, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയി വീടെന്ന് പറയുന്നത്. നേരത്തെയും അല്ലായിരുന്നു എന്നല്ല, പക്ഷെ ഇന്ന് സ്റ്റേറ്റ്മെന്റ് വെക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറേം കൂടെ കൂടുതലായി. പിന്നെ അവർ നെസസറിലി അവർ അങ്ങനെ ഫിനാൻഷ്യലി ഭയങ്കര
റിച്ച് ആണെന്നുള്ള ഒരു സംഭവമല്ല. പക്ഷെ ആൾക്കാർക്ക് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവർ വീടും മാർക്കറ്റ് താമസിക്കുന്ന ഒരു സ്ഥലം അതിലേക്ക്, അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന പൈസയും കുറേം കൂടെ വന്നു എന്നുള്ളതാണ്. എനിവേ ഷാദ്, അപ്പൊ ഈ ഒരു ചെറിയൊരു സംഭാഷണത്തിൽ ഒരു കമ്പനി തന്നതിന് നന്ദി. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ് ആസ് മച്ച് ആസ് ഐ ഡിഡ്. വെരി മച്ച്. ലൈക്ക് എനിക്ക് ഐ ഗെറ്റ് എ ലോട്ട് ഫ്രം യു. എനിക്ക് എൻ്റെതായ തോട്ട്സ് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പം കെൻസന്റെ ഒരു വൈഡർ പ്ലാൻസിലേക്ക് ഐ കുഡ് ഗെറ്റ് മോർ സജഷൻ ഫ്രം യു ഓൾസോ. എനിവേ ഐ വിഷ് കെൻസ ആൻഡ് യു ഓൾ ദ വെരി ബെസ്റ്റ്, യു ആൻഡ് യുവർ ഫാമിലി. എല്ലാവർക്കും എന്ത് തന്നെയാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഞാൻ നേരുന്നു. നമുക്ക് ഇനിയും പ്രൊഫഷണലി കുറേ അടുത്ത് ഇതുപോലെ കാണേണ്ടതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. താങ്ക് യു. ബൈ. ഇപ്പം ഞാൻ പറയട്ടെ, ഏത് ടെക്നോളജി ആദ്യം വരുമ്പോഴും ഭയങ്കര പ്രീമിയത്തിലാണ് ഏറ്റവും ആദ്യം വരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് ഈ 415 നിന്ന് 500 വരുന്ന സമയത്ത് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ആക്ച്വലി എക്സലിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമായിരുന്നു ടണ്ണേജ് ഓഫ് സ്റ്റീലിൽ വരുന്ന സേവിങ്സ് എത്രമാത്രം ഉണ്ട്, 500 പ്രീമിയം കൊടുത്ത് മേടിക്കാൻ പറ്റുമെന്ന്. ഇന്ന് 500ഉം 550യും മെയിൻ സ്ട്രീമായി. ഓക്കെ, അന്ന് അങ്ങനെ ആയിരുന്നില്ല. അതുപോലെ തന്നെ ഇന്നും ചിലപ്പോൾ ഒരു എക്സലിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടി വരും എന്താണ് ഇത് എന്നുള്ളത്. പക്ഷേ എനിവേ ആ ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പ്രീമിയം കൊടുത്താലും കുഴപ്പമില്ല. ആ പ്രോഡക്റ്റ് എന്ത് പറ്റിയാലും ഒരു പ്രശ്നവും ഇല്ലാണ്ട് എക്കാലത്തേക്ക് നിൽക്കുമെങ്കിൽ ഐ വോണ്ട് ടു ട്രൈ ഇറ്റ് എന്ന് പറയുന്ന ക്ലയൻസിനെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു. And I think you might be the first one in Kerala also to it's a residential project. Residential project അത് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം. പല കാര്യത്തിലും കേരളത്തിൽ ആദ്യം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ എം വെരി കീൻലി ലുക്കിംഗ് ഫോർവേഡ് ടു. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ നിങ്ങളെ സൈറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഈ ചാലഞ്ച് ഇതാണ്, വളയ്ക്കാൻ പറ്റില്ല. ഇതിന്റെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് ഡിസൈൻ എല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് ആദ്യം ഈ മാനുഫാക്ചററിന് നമ്മൾ കൊടുത്ത് അവരവിടെ നിന്ന് ഉണ്ടാക്കി അതവർ അയക്കേണ്ടി വരും. ഈ അയച്ച സാധനമാണ് നമ്മൾ സൈറ്റിൽ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇപ്പം അടുത്തൊരു ചോദ്യത്തിലേക്ക് ഇതിൻ്റെ ഒരു ഇതിൽ നിന്ന് തന്നെ വരുവാണെങ്കിൽ, ശരിക്കും